അപ്പൊ നമ്മൾ എടുക്കുന്ന എല്ലാ ഏതാ ഫ്യൂവൽസ് ലൈക്ക് LPG, CNG, അതുപോലെ പെട്രോളിയം പ്രോഡക്ട്സ്, ഇതെല്ലാം ഹൈഡ്രോ കാർബൺസ് ആണ്. നമ്മുടെ റിക്വയർഡ് പ്രോഡക്റ്റിനനുസരിച്ച് ആ ഹൈഡ്രോ കാർബൺ ചെയിനിന്റെ ലെങ്തിന് വേരിയേഷൻ വരുത്തുമ്പോഴാണ് അത് പെട്രോളും LPG-യും CNG-യും ഒക്കെ ആയിട്ട് മാറുന്നത്. ആക്ച്വലി അതെല്ലാം തന്നെ ഹൈഡ്രോ കാർബൺസ് ആണ്. ദാറ്റ് മീൻസ് കാർബൺ, ഹൈഡ്രജൻ മാത്രമുള്ള കോമ്പൗണ്ട്സ് ആണ് ഈ പറഞ്ഞിട്ടുള്ള ഫ്യൂവൽസ് എല്ലാം. ദെൻ ഈ ഹൈഡ്രോ കാർബൺ വേറെ എന്തിനൊക്കെ യൂസ് ചെയ്യാം? നിങ്ങൾ പോളിമേഴ്സിൽ പഠിച്ചിട്ടുണ്ടോ? കുറെ പോളിമേഴ്സിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഹൈഡ്രോ കാർബൺസ് യൂസ് ചെയ്യുന്നുണ്ട്. പോളിത്തീൻ, പോളിപ്രൊപ്പിലീൻ, പോളിസ്റ്റൈറീൻ, ഇതുപോലുള്ള പോളിമേഴ്സിന്റെ പ്രിപ്പറേഷനും ഏതാ ഹൈഡ്രോ കാർബൺ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, കുറെ പെയിന്റിന്റെ മാനുഫാക്ചറിങ്ങിൽ, അതുപോലെ ഡൈസ്, പിന്നെ ഡ്രഗ്സ്, ഇതിന്റെ മാനുഫാക്ചറിങ്ങിന്റെ ടൈമിലെല്ലാം സോൾവെന്റ് ആയിട്ടും ഈ ഹൈഡ്രോ കാർബൺസ് യൂസ് ചെയ്യാറുണ്ട്. ഇത് നമ്മുടെ ജനറൽ യൂസ് ആണ് ഈ പറഞ്ഞത്. ഏതൊക്കെയാ? ഫ്യൂവൽസിൽ കാണപ്പെടാറുണ്ട്. അതുപോലെ യൂസ് എന്ന് പറയുന്ന പോളിമേഴ്സിന്റെ പ്രിപ്പറേഷൻ യൂസ് ചെയ്യാറുണ്ട്. ആ പോളിമേഴ്സിന് എക്സാമ്പിൾ ആണ് പോളിത്തീൻ, പോളിപ്രൊപ്പിലീൻ ആൻഡ് പോളിസ്റ്റൈറീൻ. പിന്നെ പെയിന്റിൽ സോൾവെന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഡ്രഗിന്റെയും ഡൈസിന്റെയും മാനുഫാക്ചറിംഗിൽ ഒരു ഇമ്പോർട്ടന്റ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആണ് ഈ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഓരോ ഹൈഡ്രോ കാർബൺ ആയിട്ട് നോക്കാം. അപ്പം നമ്മൾ ഹൈഡ്രോ കാർബൺസിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ് ആണ് ആൽക്കെയിൻസ് എന്ന് പറയുന്നത്. ആൽക്കെയിൻസ് എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആണ്. കംപ്ലീറ്റ്ലി സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. എന്താ ആൽക്കെയിൻസിന്റെ ജനറൽ ഫോർമുല? ജനറൽ ഫോർമുല എന്താ ആൽക്കെയിനിന്റെ? CnH2n+2. ഇതാണ് ആൽക്കെയിൻസിന്റെ ജനറൽ ഫോർമുല. സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ് ആണ് ആൽക്കെയിൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആൽക്കെയിനിൽ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആയിരിക്കും ഉണ്ടാവുക. ആൽക്കെയിൻസ് എന്ന് പറയുന്നത് ഏതാ? ഈ ആൽക്കെയിൻ സാച്ചുറേറ്റഡ് ആയതുകൊണ്ട് തന്നെ റിയാക്ടിവിറ്റി തീരെ കുറവാണ്. നോർമൽ കണ്ടീഷനിൽ ആൽക്കെയിൻസ് ആസിഡുമായിട്ടോ ബേസസുമായിട്ടോ വേറെ റിയേജൻസുമായിട്ടോ റിയാക്ഷൻ നടക്കാറില്ല. ആ കാര്യം ഓർക്കുക. നോർമൽ കണ്ടീഷനിൽ ആൽക്കെയിന് റിയാക്ഷൻ നടക്കാറില്ല. ബിക്കോസ് ഇത് സാച്ചുറേറ്റഡ് ആണ്, സ്റ്റേബിൾ സ്റ്റേറ്റിലാണ്. അപ്പോ റിയാക്ഷൻ നടക്കണമെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ കണ്ടീഷൻസ്, ടെമ്പറേച്ചർ കണ്ടീഷനോ പ്രഷർ കണ്ടീഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയാൽ മാത്രമേ ആൽക്കെയിൻസിന്റെ റിയാക്ഷൻ നടക്കാറുള്ളൂ. അപ്പോ ഈ ആൽക്കെയിൻസിന് റിയാക്ടിവിറ്റി തീരെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിന് പാരാഫിൻസ് എന്നും പറഞ്ഞിട്ടുണ്ട്. ആദ്യമൊക്കെ ആൽക്കെയിൻസ് എന്നല്ല അറിയപ്പെട്ടിരുന്നത്, പകരം പാരാഫിൻസ് എന്നാണ് ആൽക്കെയിനെ പറഞ്ഞിരുന്നത്. പാരാഫിൻസ്. പാരാഫിൻസ് എന്ന് പറയുന്നത് രണ്ട് ലാറ്റിൻ വേർഡ്സ് ചേർന്നതാണ് പാരാഫിൻസ്. ഒന്ന് പാരൻ പ്ലസ് അഫിൻസ്. പാരൻ പ്ലസ് അഫിൻ എന്ന് പറയുന്ന രണ്ട് ലാറ്റിൻ വേർഡ് ചേർന്നതാണ് പാരാഫിൻ. ഇതിൽ പാരൻ എന്ന് വെച്ചാൽ ലിറ്റിൽ എന്നാണ് മീനിങ്. ലിറ്റിൽ എന്ന് വെച്ചാൽ എന്താ? അവിടെ ഒന്നുമില്ല, നത്തിങ് ആണ്. അതുപോലെ അഫിൻസ് എന്ന് വെച്ചാൽ റിയാക്ടിവിറ്റി. ലിറ്റിൽ റിയാക്ടിവിറ്റി എന്ന മീനിങ് വരുന്ന പാരാഫിൻ എന്ന വേർഡ് ആണ് ആൽക്കെയിൻസിനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്തിരുന്നത്. കാരണം എന്താ? ഇത് നോർമൽ കണ്ടീഷനിൽ ആസിഡുമായിട്ടോ ബേസസുമായിട്ടോ അതുപോലെ അതർ റിയേജൻസുമായിട്ടോ റിയാക്ഷൻ നടത്താറില്ല. ഈ ആൽക്കെയിനിലെ ഫസ്റ്റ് മെമ്പർ ആണ്, ആൽക്കെയിൻ ഫാമിലിയിലെ ഫസ്റ്റ് മെമ്പർ ആണ് മീതെയിൻ എന്ന് പറയുന്നത്. CH4. ഈ CH4 മീതെയിൻ എന്ന് പറയുന്നത് ഈ കോൾ മൈൻസ്, മാർഷി പ്ലേസസ് ഇവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്. മീതെയിനിന്റെ സ്ട്രക്ചർ എന്താ? ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ ആണ് മീതെയിൻ ഉള്ളത്. ഒരു റെഗുലർ ടെട്രാഹെഡ്രലിന്റെ 4 കോർണേഴ്സിലും ഹൈഡ്രജൻ ഒക്കുപ്പൈ ചെയ്യും. മീതെയിന്റെ ഈ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 109°28' ആണ്. ഇത് മീതെയിനിന്റെ ജനറൽ കാര്യങ്ങൾ. മീതെയിൻ ആണ് ഏറ്റവും ലോവസ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് മെമ്പർ ഓഫ് ആൽക്കെയിൻ ഫാമിലി എന്ന് പറയുന്നത് മീതെയിൻ ആണ്. അത് മാർഷി പ്ലേസസിലും കോൾ മൈൻസിലൊക്കെയാണ് കാണപ്പെടുന്നത്.
അതുപോലെ ടെട്രാഹെഡ്രലാണ് ഷേപ്പ്. ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ്. ഈ ടെട്രാഹെഡ്രൽ ഷേപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താ? sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. ആൽക്കെയിൻസ് എന്ന് പറയുന്നത് sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഓക്കെ, ഇനി ഇത് എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ആൽക്കെയിൻസിന്റെ പ്രിപ്പറേഷൻ. ഫസ്റ്റ് പ്രിപ്പറേഷൻ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാവുന്നതേ ഉള്ളൂ. ആൽക്കെയിൻസ് എന്ന് വെച്ചാൽ ഏറ്റവും സിമ്പിൾ സാച്ചുറേറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിൽ നിന്ന് സാച്ചുറേറ്റഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ അൺസാച്ചുറേറ്റഡ് എന്ന് പറയുന്നത് ആൽക്കീൻ ആവാം, ആൽക്കൈൻ ആവാം. ആൽക്കീനിൽ നിന്നും ആൽക്കൈനിൽ നിന്നും നമുക്ക് ആൽക്കെയിൻസിനെ പ്രിപ്പയർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഒരു ആൽക്കീൻ ആണ് ഈത്തീൻ CH2 ഡബിൾ ബോണ്ട് CH2. then ഇവിടെ ഹൈഡ്രജൻ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണ്. സോറി, സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല, അഡിഷൻ നടത്തുക. ഹൈഡ്രജൻ അഡിഷൻ, ഡബിൾ ബോണ്ട് ആണ്. ആ ഡബിൾ ബോണ്ടഡ് പൊസിഷനിൽ ഒരു ഹൈഡ്രജൻ അഡിഷൻ നടത്തുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുക? ഈ H2 ബോണ്ട് HH എന്ന് ബ്രേക്ക് ആവും. then ഒരു ഹൈഡ്രജൻ ഒരിടത്ത് വരും, മറ്റേ ഹൈഡ്രജൻ അടുത്ത പൊസിഷനിൽ വരും. അപ്പോ CH3 സിംഗിൾ ബോണ്ട് CH3 ആയിട്ട് മാറും. അപ്പൊ ഓരോ ഡബിൾ ബോണ്ട് പൊസിഷനിൽ ഹൈഡ്രജൻ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല, അഡിഷൻ നടക്കും. അപ്പൊ ഇവിടെ റിയാക്ഷൻ നടത്തുന്നത് ചില കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലാണ്. ഇവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് നിക്കൽ, പലേഡിയം ഓർ പ്ലാറ്റിനം ആണ് യൂസ് ചെയ്യുന്നത്. കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒന്നുകിൽ നിക്കൽ അല്ലെങ്കിൽ പലേഡിയം ഓർ പ്ലാറ്റിനം. ഓക്കെ, ആൽക്കീനിൽ മാത്രമല്ല ആൽക്കൈനിലും ഈ ഒരു റിയാക്ഷൻ നമുക്ക് നടത്താം. CH ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് 2H2. ഇവിടെ 2 മോളിക്യൂൾ ഹൈഡ്രജൻ എടുക്കാം. അപ്പൊ ആദ്യം ഒരു മോളിക്യൂൾ ഹൈഡ്രജൻ തന്നെ ഇവിടെ അഡിഷൻ നടത്തുമ്പോൾ ഒരു ബോണ്ട് ബ്രേക്ക് ആവും. രണ്ടാമത്തെ മോളിക്യൂൾ ഹൈഡ്രജൻ വരുമ്പോ രണ്ടാമത്തെ ബോണ്ടും ബ്രേക്ക് ആവും. അങ്ങനെ ഫൈനൽ ആൻസർ CH3 സിംഗിൾ ബോണ്ട് CH3 എന്ന് വരും. അപ്പൊ ഒരു ആൽക്കൈനിന് നിക്കൽ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ റിയാക്ഷൻ ശ്രദ്ധിക്കുക. ആൽക്കൈൻ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അവിടെ നിക്കൽ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ 523 to 573 കെൽവിൻ ടെമ്പറേച്ചർ, 523 to 573 കെൽവിൻ ടെമ്പറേച്ചറിൽ നമ്മൾ റിയാക്ഷൻ നടത്തിയാൽ ആൽക്കൈനില് നിക്കൽ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ 523 to 573 കെൽവിൻ ടെമ്പറേച്ചറിൽ ഹൈഡ്രജൻ അഡിഷൻ നടത്തുകയാണെങ്കിൽ ആ റിയാക്ഷന് പറയുന്ന പേരാണ് സെബറ്റീർ സെന്ററീൻസ് റിഡക്ഷൻ. അപ്പൊ നമ്മൾ എല്ലാരും പഠിച്ചിട്ടുണ്ട് അഡിഷൻ ഓഫ് ഹൈഡ്രജൻ എന്ന് വെച്ചാൽ റിഡക്ഷൻ ആണ്. അപ്പൊ ഇവിടെ നടക്കുന്ന റിയാക്ഷൻസ് എന്ന് പറയുന്നത് റിഡക്ഷൻ റിയാക്ഷൻ ആണ്. അപ്പൊ ആൽക്കൈൻ റിയാക്റ്റഡ് വിത്ത് ഹൈഡ്രജൻ ഇൻ ദ പ്രസൻസ് ഓഫ് നിക്കൽ കാറ്റലിസ്റ്റ് at 523 to 573 Kelvin temperature. This reaction is known as Sabatier centering reduction. Okay. Reduction ആ പേര് എഴുതി വെച്ചിട്ട് നെയിംഡ് റിയാക്ഷൻ ആണ്. നെയിംഡ് റിയാക്ഷൻസ് എല്ലാം നിങ്ങൾ പ്രത്യേകിച്ച് മാറ്റി എഴുതി പഠിക്കാം. അപ്പൊ സെബറ്റീർ സെന്ററീൻസ് റിഡക്ഷൻ. ഇതാണ് ഫസ്റ്റ് നെയിംഡ് റിയാക്ഷൻ. നമ്മൾ ഓർഗാനിക്കലി പഠിക്കുന്ന ഫസ്റ്റ് നെയിംഡ് റിയാക്ഷൻ ആണ് സെബറ്റീർ സെന്ററീൻസ് റിഡക്ഷൻ. ഹൈഡ്രജനേഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് നിക്കൽ കാറ്റലിസ്റ്റ് at 523 to 573 Kelvin is known as Sabatier centerings reduction. Okay. അപ്പോൾ ഫസ്റ്റ് പ്രിപ്പറേഷൻ മെത്തേഡ് കഴിഞ്ഞു. ആൽക്കെയിൻസ് ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്തത് ആൽക്കൈനിൽ നിന്നും ആൽക്കീനിൽ നിന്നുമാണ്. ഇനി രണ്ടാമത്തെ പ്രിപ്പറേഷൻ ഫ്രം ആൽക്കൈൽ ഹാലൈഡ്. ആൽക്കൈൽ ഹാലൈഡിൽ നിന്നും നമുക്ക് ആൽക്കെയിൻ പ്രിപ്പയർ ചെയ്യാം. ആൽക്കൈൽ ഹാലൈഡ് എന്ന് വെച്ചാൽ ഒരു സിംഗിൾ ബോണ്ടഡ് ഹൈഡ്രോ കാർബൺസ്. അതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഹൈഡ്രജന്റെ പ്ലേസിൽ ഒരു ഹാലജൻ ആയിരിക്കും.
ഹൈഡ്രജന് പകരം എവിടെയെങ്കിലും ഹാലജൻ വരികയാണെങ്കിൽ അതിനെ നമുക്ക് ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയാം. അപ്പൊ ആൽക്കൈൽ ഗ്രൂപ്പിനെ നമ്മൾ ആർ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൽക്കൈൽ ഹാലൈഡ് എന്ന് വെച്ചാൽ അതിനെ ആർ എക്സ് എന്ന് പറയാം. ജനറൽ റിയാക്ഷൻ നമുക്ക് ഇങ്ങനെ ആർ എക്സ് ആൽക്കൈൽ ഹാലൈഡ്. അപ്പൊ ഇവിടെ ആൽക്കൈൽ ഹാലൈഡിനെ ആദ്യം റിഡക്ഷൻ ആണ് നടത്തുന്നത്. അപ്പൊ റിഡക്ഷൻ മീൻസ് അഡിഷൻ ഓഫ് ഹൈഡ്രജൻ. അപ്പൊ ഇവിടെ ആൽക്കൈൽ ഹാലൈഡിനെ റിഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഹൈഡ്രജൻ യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ യൂസ് ചെയ്യുന്ന എന്താ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് സിങ്ക് ഇൻ പ്രസൻസ് ഓഫ് HCl ആണ്. സിങ്ക് HCl യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സിങ്ക് കോപ്പർ കപ്പിളും യൂസ് ചെയ്യാം. സിങ്ക് കോപ്പർ കപ്പിൾ, സിങ്ക് ബാർ HCl or zinc copper couple. ഇതാണ് റിയേജന്റ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തത് ഫ്രം ആൽക്കൈൽ ഹാലൈഡ് ആണ്. ആൽക്കൈൽ ഹാലൈഡിൽ നിന്നുള്ള റിയാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ആൽക്കൈൽ ഹാലൈഡ് എടുത്തു, ഹൈഡ്രജൻ റിഡക്ഷൻ ആയതുകൊണ്ട് ഹൈഡ്രജൻ. റിയാക്ഷൻ നടക്കേണ്ടത് സിങ്ക് HClന്റെയോ അല്ലെങ്കിൽ സിങ്ക് കോപ്പർ കപ്പിളിന്റെയോ പ്രസൻസിലായിരിക്കും. അപ്പൊ ഇവിടെ റിയാക്ഷൻ എന്ന് വെച്ചാൽ ആൽക്കൈൽ ഹാലൈഡ് RX പ്ലസ് ഹൈഡ്രജൻ എന്ന് വെച്ചാൽ HX ബോണ്ട് ഉണ്ട്. അപ്പൊ ഇതിലെ ഹാലജൻ ഒരു ഹൈഡ്രജനും കൂടെ കമ്പൈൻ ചെയ്ത് HX എലിമിനേറ്റ്, ആ ഹാലജന്റെ പ്ലേസിൽ ഈ ഹൈഡ്രജൻ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ റിയാക്ഷൻ എന്താ? RH പ്ലസ് XX എന്ന് കിട്ടും. RX എന്ന് വെച്ചാൽ എന്താ? R എന്ന് വെച്ചാൽ ആൽക്കൈൽ ഗ്രൂപ്പാണ്. ആൽക്കൈലിൽ കൂടെ ഒരു ഹൈഡ്രജൻ വന്നാൽ അത് ആൽക്കൈൻ ആയിട്ട് മാറും. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ റിയാക്ഷൻ. Alkyl halide reacted with hydrogen or reduction with hydrogen in the presence of zinc HCl or zinc copper couple. ഇവിടെ zinc HCl ഉം zinc copper couple ഉം reducing agent ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇത് രണ്ടും reducing agents ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് കുറെ റിയേജൻസ് തന്നിട്ട് അതിൽ റെഡ്യൂസിങ് ഏജന്റ് ഏതാ, ഓക്സിഡൈസിങ് ഏജന്റ് ഏതാ എന്നൊക്കെ സെലക്ട് ചെയ്യാൻ ചോദിക്കും. അപ്പൊ ഇത് നോട്ട് ചെയ്യുക, ഇത് റെഡ്യൂസിങ് ഏജന്റ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സിങ്ക് കോപ്പർ കപ്പിളും സിങ്ക് ബാർ HCl ഉം റെഡ്യൂസിങ് ഏജന്റ്സ് ആണ്. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. CH3 CH2Cl ഇതൊരു ആൽക്കൈൽ ഹാലൈഡ്. ഈ ആൽക്കൈൽ ഹാലൈഡിന്റെ നെയിം പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? CH3 CH2Cl ഇതിന്റെ IUPAC നെയിം എന്താ? Chloroethane. ഓക്കെ, ക്ലോറോഈത്തേൻ ആണ്. ഈ ക്ലോറോഈത്തേനിൽ ഞാൻ ഹൈഡ്രജൻ വെച്ചിട്ട് റിഡക്ഷൻ നടത്തുക ഇൻ ദ പ്രസൻസ് ഓഫ് സിങ്ക് ബാർ HCl. അപ്പൊ എന്താ സംഭവിക്കുക? ഇവിടുത്തെ ക്ലോറിനും ഇതിലെ ഒരു ഹൈഡ്രജനും കൂടെ ചേർന്ന് HCl എലിമിനേറ്റ് ആവും. പ്ലസ് ഈ ഇതിലെ ഒരു ഹൈഡ്രജൻ വന്ന് ക്ലോറിന്റെ പ്ലേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ CH3 CH2 ആണ്. ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ കൂടെ വരുമ്പോ അത് CH3 ആയിട്ട് മാറും. അപ്പൊ ആൽക്കൈൽ ഗ്രൂപ്പ് ആൽക്കെയിൻ ആയിട്ട് മാറി. ഇതാണ് ഫസ്റ്റ് ആൽക്കൈൽ ഹാലൈഡിന്റെ റിഡക്ഷൻ നടത്തുമ്പോൾ ഇതാണ് റിയാക്ഷൻ നടത്തുന്നത് കിട്ടുന്നത്. ഓക്കെ, ഇത് നെയിംഡ് റിയാക്ഷൻ അല്ല, നമ്മുടെ നോർമൽ റിയാക്ഷൻ. ഇനി അടുത്ത് പറയുന്നത് നെയിംഡ് റിയാക്ഷൻ ആണ്. അതൊരു ഇമ്പോർട്ടന്റ് റിയാക്ഷൻ ആണ്. ഇപ്പൊ സെബറ്റീർ സെന്ററീൻസ് റിഡക്ഷൻ ഒന്നും നിങ്ങൾക്ക് അത്രത്തോളം ഇമ്പോർട്ടന്റ് എന്ന് പറയാനില്ല. പക്ഷെ അടുത്ത് പറയാൻ പോകുന്ന വുഡ്സ് റിയാക്ഷൻ അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നെക്സ്റ്റ് റിയാക്ഷൻ ആണ് വുഡ്സ് റിയാക്ഷൻ, മൂന്നാമത്.
വുഡ്സ് റിയാക്ഷൻ പഠിക്കുമ്പോൾ നമ്മൾ ഹാലോ ആൽക്കീൻസ് ഹാലോ അരീൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് അതില് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫിറ്റിക് റിയാക്ഷൻ ഒക്കെ പഠിക്കും. അപ്പൊ അത് ആ സമയത്ത് ഞാൻ ഇതൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഇപ്പൊ നമുക്ക് ഇത് വുഡ്സ് റിയാക്ഷൻ എന്താന്ന് മാത്രം. ഇപ്പൊ വുഡ്സ് റിയാക്ഷൻ എന്ന് വെച്ചാൽ റിയാക്ഷൻ അതിന്റെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് നേരത്തെ പോലെ ആൽക്കൈൽ ഹാലൈഡ് തന്നെയാണ്. ഇപ്പൊ വുഡ്സ് റിയാക്ഷൻ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഒരു ആൽക്കൈൽ ഹാലൈഡ് എടുക്കുക, അത് മെറ്റാലിക് സോഡിയവുമായിട്ട് റിയാക്ഷൻ നടത്തുക. സോഡിയവുമായിട്ടാണ് റിയാക്ഷൻ നടത്തേണ്ടത്. അവിടെ ഒരു കാറ്റലിസ്റ്റ് ഉണ്ട്, ഡ്രൈ ഈത്തർ ആണ് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആൽക്കൈൽ ഹാലൈഡ് എടുക്കുക, റിയാക്ഷൻ വിത്ത് മെറ്റാലിക് സോഡിയം ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈത്തർ. ഡ്രൈ ഈത്തറിന്റെ പ്രസൻസിൽ ആൽക്കൈൽ ഹാലൈഡ് മെറ്റാലിക് സോഡിയവുമായിട്ട് റിയാക്ഷൻ നടത്തുമ്പോൾ അവിടുത്തെ ആൽക്കൈൽ ഗ്രൂപ്പിന് ഡൈമറൈസേഷൻ നടത്തും. അതാണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ ജനറൽ റിയാക്ഷൻ എഴുതാം. RX 2 മോളിക്യൂൾ ആൽക്കൈൽ ഹാലൈഡ്. ദെൻ റിയാക്ഷൻ നടക്കുന്നത് മെറ്റാലിക് സോഡിയവുമായിട്ടാണ് ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈത്തർ. ഡ്രൈ ഈത്തറിന്റെ പ്രസൻസിൽ റിയാക്ഷൻ നടത്താം. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ആൽക്കൈൽ ഹാലൈഡ് ഇവിടുത്തെ എക്സും ഇവിടുത്തെ സോഡിയം കൂടെ ചേർന്നിട്ട് സോഡിയം ഹാലൈഡ് എലിമിനേറ്റ് ആവും. അപ്പൊ നോക്കിക്കേ, രണ്ട് R ഗ്രൂപ്പിലെ ആ R ഗ്രൂപ്പ് ചേർത്തങ്ങ് എഴുതി വെക്കുക, അത്രയേ ഉള്ളൂ. അതായത് R പ്ലസ് 2NaX. ഇതാണ് വുഡ്സ് റിയാക്ഷൻ. കേൾക്കുന്നില്ലേ? ആർക്കും കേൾക്കാൻ പറ്റുന്നില്ല? എന്താ കേൾക്കാൻ ടീച്ചർ? അപ്പോ വുഡ്സ് റിയാക്ഷൻ എന്ന് വെച്ചാൽ എന്താ? ആൽക്കൈൽ ഹാലൈഡ് റിയാക്റ്റഡ് വിത്ത് മെറ്റാലിക് സോഡിയം ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈത്തർ ടു ഫോം ആൽക്കെയിൻ. അവർക്ക് ആൽക്കൈൽ ഗ്രൂപ്പിന് ഡൈമറൈസേഷൻ നടന്നിട്ട് ആൽക്കെയിൻ ആവും. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, നമ്മൾ ഇവിടെ എടുത്തത് ഒരു ആൽക്കൈൽ ഹാലൈഡ് എന്ന് വെച്ചാൽ ആൽക്കൈൽ ഹാലൈഡിൽ ഒരു R ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് പ്രോഡക്റ്റിലോ 2 R ഗ്രൂപ്പ് വന്നു. ദാറ്റ് മീൻസ് ഇവിടെ റിയാക്ഷനിൽ ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ആയിരിക്കും പ്രോഡക്റ്റിൽ ഉണ്ടാവുന്നത്. നമ്മുടെ റിയാക്ടന്റിൽ ഒരു കാർബൺ ആണ് ഉള്ളതെങ്കിൽ പ്രോഡക്റ്റിൽ 2 ആവും. റിയാക്ടന്റിൽ 2 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ പ്രോഡക്റ്റിൽ അത് 4 ആവും. അപ്പൊ നമുക്ക് ഓഡ് നമ്പർ കാർബൺ ആറ്റം വുഡ്സ് റിയാക്ഷന്റെ പ്രോഡക്റ്റിൽ കിട്ടത്തില്ല. അപ്പൊ നമുക്ക് സിംപ്ലി പറയാം, വുഡ്സ് റിയാക്ഷൻ വെച്ചിട്ട് നമുക്ക് മീത്തേൻ പ്രിപ്പയർ ചെയ്യാനേ പറ്റത്തില്ല. മീത്തേന്റെ പ്രിപ്പറേഷൻ വുഡ്സ് റിയാക്ഷനിൽ പോസിബിൾ അല്ല. അപ്പൊ അത് ഓർക്കുക കേട്ടോ. മീത്തേൻ വുഡ്സ് റിയാക്ഷൻ വഴി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. നമുക്കൊരു എക്സാമ്പിൾ. അപ്പൊ ഞാനിപ്പോ 2 മോളിക്യൂൾ മീത്തൈൽ ക്ലോറൈഡ് എടുക്കുകയാണെന്ന് വിചാരിക്കും. മീത്തൈൽ ക്ലോറൈഡ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഒരു കാർബണേ ഉള്ളൂ. അപ്പൊ ഇവിടെ മെറ്റാലിക് സോഡിയവുമായിട്ട് റിയാക്ഷൻ നടത്താണ് ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈത്തർ. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? ആൽക്കൈൽ ഗ്രൂപ്പ് ഡൈമറൈസ് ചെയ്യും. ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ CH3 ആണ്. സോ പ്രോഡക്റ്റ് കിട്ടുന്നത് CH3 again ഒരു CH3 പ്ലസ് 2NaCl. മനസ്സിലായോ വുഡ്സ് റിയാക്ഷൻ? മനസ്സിലായോ? മനസ്സിലായി ടീച്ചർ. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ 3 കാർബൺ എടുത്താലോ? CH3 CH2 CH2Cl ഇങ്ങനെ എടുത്താലോ? പ്ലസ് 2Na ഡ്രൈ ഈത്തർ. ഇവിടെ റിയാക്ഷൻ നടന്നാൽ ഈ 3 കാർബണിന് അഗൈൻ ഡൈമറൈസേഷൻ നടക്കും. അപ്പൊ പ്രോഡക്റ്റ് എഴുതേണ്ടത് CH3 CH2 CH2 ഫസ്റ്റ് ചെയിൻ എഴുതും. ഇനി ഇതേപോലത്തെ ചെയിൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എഴുതുക. അതായത് CH2 ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. CH2 CH2 CH3 ഇതാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് വുഡ്സ് റിയാക്ഷൻ. അപ്പൊ വുഡ്സ് റിയാക്ഷനിൽ ഓർക്കേണ്ടത് മീത്തേനിന്റെ പ്രിപ്പറേഷൻ ഇതിൽ പോസിബിൾ അല്ല. പിന്നെ ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം മാത്രമേ പ്രോഡക്റ്റിൽ കിട്ടത്തുള്ളൂ. നമുക്കിപ്പോ ഓഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റം പ്രോഡക്റ്റിൽ വരണമെങ്കിൽ അവിടെ മിക്സ്ചർ ഓഫ് ഏതാ ആൽക്കൈൽ ഹാലൈഡ് നമ്മൾ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആയിട്ട് എടുക്കണം. അപ്പൊ അതിന് നമുക്ക് വുഡ്സ് റിയാക്ഷൻ എന്ന് പറയാൻ പറ്റത്തില്ല.
എന്നാലും നമ്മൾ ഇവിടെ എടുക്കുന്നത് ഡിഫറെന്റ് ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ 2CH3Cl സോറി ഒരു CH3Cl പ്ലസ് ഒരു 2 മെറ്റാലിക് സോഡിയം പ്ലസ് ഒരു CH3CH2Cl. ഇവിടെ നോക്കിക്കേ, ഡിഫറെന്റ് ആൽക്കൈൽ ഗ്രൂപ്പ് ആണ്. ഡിഫറെന്റ് ആൽക്കൈൽ ഹാലൈഡ് എടുത്തിട്ടാണ് നമ്മൾ റിയാക്ഷൻ നടത്തുന്നതെങ്കിൽ അവിടെ നമുക്ക് ഹൈഡ്രജന്റെ പ്രസൻസിൽ റിയാക്ഷൻ നടത്തിയാൽ അവിടെ നമുക്ക് ഓഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റം കിട്ടും. പക്ഷെ ഈ റിയാക്ഷനെ വുഡ്സ് റിയാക്ഷന്റെ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. വുഡ്സ് റിയാക്ഷൻ ജനറലി പറയേണ്ട ഇത്രേ ഉള്ളൂ: ആൽക്കൈൽ ഹാലൈഡ് റിയാക്റ്റഡ് വിത്ത് മെറ്റാലിക് സോഡിയം ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ ടു ഫോം ആൽക്കെയിൻ. അപ്പൊ അതില് ഈവൻ നമ്പറേ പറ്റത്തുള്ളൂ, ഓഡ് നമ്പർ പറ്റത്തില്ല. നമ്മളിങ്ങനെ മിക്സർ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് എടുത്താലും മീത്തേനിന്റെ പ്രിപ്പറേഷൻ ഒരിക്കലും പോസിബിൾ അല്ല. വുഡ്സ് റിയാക്ഷൻ വഴി മീത്തേൻ പ്രിപ്പയർ ചെയ്യാനേ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഇതാണ് സെക്കൻഡ് നെയിംഡ് റിയാക്ഷൻ. അപ്പൊ നിങ്ങളെ പഠിക്കുന്ന സമയത്ത് ഈ നെയിംഡ് റിയാക്ഷൻസ് എല്ലാം വേറൊരു സെപ്പറേറ്റ് പേപ്പറിൽ എഴുതി വേണം പഠിക്കാൻ. സെപ്പറേറ്റ് നോട്ട് ഉണ്ടാക്കുക നെയിംഡ് റിയാക്ഷൻസിന് വേണ്ടി. ഇനി മൂന്നാമത്തെ റിയാക്ഷൻ, കാർബോക്സിലിക് ആസിഡിൽ നിന്നും നമുക്ക് ആൽക്കെയിനെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, കാർബോക്സിലിക് ആസിഡ് എന്ന് വെച്ചാൽ ഫോർമുല എന്താ? കാർബോക്സിലിക് ആസിഡിന്റെ ഫോർമുല എന്താ? COOH. അപ്പൊ നമുക്ക് അടുത്ത് ചെയ്യുന്നത് കാർബോക്സിലിക് ആസിഡിൽ നിന്നും എങ്ങനെ ആൽക്കെയിൻ പ്രിപ്പയർ ചെയ്യാം. ഫ്രം കാർബോക്സിലിക് ആസിഡ്, കാർബോക്സിലിക് ആസിഡിൽ നിന്ന് നമുക്ക് 2 മെത്തേഡ് വഴി ആൽക്കെയിൻ പ്രിപ്പയർ ചെയ്യും. നമ്മളിപ്പോ ആൽക്കൈൽ ഹാലൈഡിൽ നിന്നും 2 മെത്തേഡ് വഴി ആൽക്കെയിൻ പ്രിപ്പയർ ചെയ്യും. ഒന്ന് റിഡക്ഷനും ഒന്ന് വുഡ്സ് റിയാക്ഷനും. അതുപോലെ കാർബോക്സിലിക് ആസിഡിൽ നിന്നും നമുക്ക് 2 മെത്തേഡ് വഴി ആൽക്കെയിൻ പ്രിപ്പയർ ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഡീകാർബോക്സിലേഷൻ ആണ്. കാർബോക്സിലേഷൻ എന്ന് വെച്ചാൽ അഡിഷൻ ഓഫ് കാർബോക്സിലിക് ഗ്രൂപ്പ്. ഡീകാർബോക്സിലേഷൻ എന്ന് വെച്ചാൽ എലിമിനേഷൻ ഓഫ് കാർബോക്സിലിക് ഗ്രൂപ്പ്. ഡി എന്ന ഏതെങ്കിലും ഒരു ടേമിന്റെ ഫ്രണ്ടില് ഡി എന്ന് കണ്ടാൽ, DE എന്ന് കണ്ടാൽ നിങ്ങൾ ഓർക്കുക അവിടെ എലിമിനേഷൻ ആണ്. ഏതിന്റെ ഡി എന്നാണോ തന്നിട്ടുള്ളത് അതിന്റെ എലിമിനേഷൻ ആണ്. ഡീഹാലജനേഷൻ എന്ന് വെച്ചാൽ ഹാലജന്റെ എലിമിനേഷൻ, എലിമിനേഷൻ ഓഫ് ഹാലജൻ. ഡീഹൈഡ്രജനേഷൻ എന്ന് വെച്ചാൽ എലിമിനേഷൻ ഓഫ് ഹൈഡ്രജൻ. ഡീകാർബോക്സിലേഷൻ എന്ന് വെച്ചാൽ എലിമിനേഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്. ഓക്കെ, കാർബോക്സിലിക് ഗ്രൂപ്പ് എന്നോർക്കുക. അപ്പൊ ഫ്രം കാർബോക്സിലിക് ആസിഡിൽ നിന്നുള്ള ഫസ്റ്റ് റിയാക്ഷൻ ഡീകാർബോക്സിലേഷൻ ആണ്. ഡീകാർബോക്സിലേഷൻ. ഡീകാർബോക്സിലേഷന്റെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. നമുക്ക് കാർബോക്സിലിക് ആസിഡ് എന്ന് വെച്ചാൽ COOH ആണ്. സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എന്ന് വെച്ചാൽ ഇവിടെ H-നെ റീപ്ലേസ് ചെയ്ത് അവിടെ Na വരും. അപ്പൊ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് കാണിക്കാൻ RCOONA. ഇതാണ് ഡീകാർബോക്സിലേഷന്റെ സ്റ്റാർട്ടിംഗ്. നിങ്ങൾക്ക് എക്സാമിന് എപ്പോഴും ഈ സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് തരണം എന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കാർബോക്സിലിക് ആസിഡ് മാത്രമായിരിക്കും തരും. ദെൻ റിയേജന്റ് ആയിട്ട് സോഡിയം പോലുള്ള ഏതെങ്കിലും സബ്സ്റ്റൻസ് തരും. എങ്കിൽ നിങ്ങൾ അവിടെ റിയാക്ഷൻ നടത്തി ഈ ഒരു ഫോമിലേക്ക് മാറ്റണം. ഇപ്പൊ കാർബോക്സിലിക് ആസിഡ് RCOOH plus Na, then എന്നിട്ടായിരിക്കും ബാക്കി റിയേജൻസ് തരുന്നത്. എങ്കിൽ ആദ്യം ഇത് കമ്പൈൻ ചെയ്തിട്ട് RCOONA ആക്കണം, എന്നിട്ട് റിയാക്ഷൻ നടത്താൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ കണ്ടിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. ഒന്നുകിൽ കാർബോക്സിലിക് ആസിഡും സോഡിയത്തിന്റെ ഏതെങ്കിലും ഒന്ന് തരും, സോൾട്ട് തരും, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഇത് തന്നെയായിരിക്കും തരിക. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഇതാണ്. ഇത് തന്നില്ല എങ്കിൽ നമ്മൾ ഇത് ഫോം ചെയ്തെടുക്കണം. ആ കാര്യം ഇപ്പൊ ഡീകാർബോക്സിലേഷന് നമ്മൾ സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എടുക്കുക. പിന്നെ ഇവിടെ റിയാക്ഷൻ നടത്തേണ്ടത് സോഡ ലൈമുമായിട്ടാണ്. സോഡ ലൈം എന്ന് വെച്ചാൽ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെയും കാൽസ്യം ഓക്സൈഡിന്റെയും മിക്സർ ആണ് സോഡ ലൈം. റിയാക്ഷൻ വിത്ത് സോഡ ലൈം. സോഡ ലൈം മീൻസ് മിക്സർ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് കാൽസ്യം ഓക്സൈഡ്. അതും ഓർക്കുക. ഇപ്പൊ സോഡ ലൈമുമായിട്ടാണ് റിയാക്ഷൻ നടത്തേണ്ടത്. ഈ റിയാക്ഷൻ നടത്തുന്ന സമയത്ത് ഈ കാൽസ്യം ഓക്സൈഡ് ഇവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ദാറ്റ് മീൻസ്
കാൽസ്യം ഓക്സൈഡ് റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യാറേ ഇല്ല. റിയാക്ഷനിൽ കാൽസ്യം ഓക്സൈഡിന് ഒരു ഇൻഫ്ലുവൻസും ഇല്ല, അത്രയും ഓർക്കുക. അപ്പൊ റിയാക്ഷൻ നടത്തേണ്ടത് ഈ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ടാണ്. അപ്പൊ എന്താ നമ്മുടെ സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എടുക്കുക, അവിടെ നമ്മൾ റിയാക്ഷൻ നടത്തേണ്ടത് സോഡ ലൈമുമായിട്ടാണ്. സോഡ ലൈം എന്ന് വെച്ചാൽ മിക്സർ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് കാൽസ്യം ഓക്സൈഡ് ആണ്. ഇവിടുത്തെ കാൽസ്യം ഓക്സൈഡ് കാറ്റലിസ്റ്റ് ആയിട്ട് മാറ്റി വെക്കുക. റിയാക്ഷൻ ചെയ്യേണ്ടത് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ടാണ്. അപ്പൊ നോക്കിക്കേ, ഈ COONA ഗ്രൂപ്പ് നമുക്ക് കിട്ടേണ്ട പ്രോഡക്റ്റ് നിങ്ങൾ ഓർക്കുക. കിട്ടേണ്ട പ്രോഡക്റ്റ് എന്താ? ആൽക്കെയിൻ ആണ്. ആൽക്കെയിൻ എന്ന് വെച്ചാൽ ഈ ആറിന്റെ കൂടെ ജസ്റ്റ് ഒരു ഹൈഡ്രജൻ കൂടെ വന്നാൽ മതി. അപ്പൊ ഈ ഹൈഡ്രജൻ ഈ ആറും കൂടെ കമ്പൈൻ ചെയ്ത് ആൽക്കെയിൻ ആവും. ബാക്കി ഈ COONAയും NaOയും എലിമിനേറ്റ് ആവും. എങ്ങനെ എലിമിനേറ്റ് ആവുക? അപ്പൊ ഈ സോഡിയം ഹൈഡ്രോക്സൈഡിൽ ബാക്കിയുള്ള ഹൈഡ്രജനും കൂടെ ചേർന്ന് RH ആൽക്കെയിൻ പ്ലസ് ഇവിടെ നോക്കിക്കേ, ഒരു കാർബൺ ഉണ്ട്, ഇവിടെ 2 ഓക്സിജൻ, ഇവിടെ 1 ഓക്സിജൻ, 3 ഓക്സിജൻ ഉണ്ട്, 2 സോഡിയം ഉണ്ട്. അത്രയും ചേർത്തിട്ട് 2 സോഡിയം Na2 ആവും, ഒരു കാർബൺ C ആവും, 3 ഓക്സിജൻ CO3. ബൈ പ്രോഡക്റ്റ് ആയിട്ട് സോഡിയം കാർബണേറ്റും കിട്ടും. ആൽക്കെയിനും ബൈ പ്രോഡക്റ്റ് സോഡിയം കാർബണേറ്റും. ഇതാണ് ഡീകാർബോക്സിലേഷൻ എന്ന് പറയുന്നത്. കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് എലിമിനേറ്റ് ആയി. ഞാനൊരു എക്സാമ്പിൾ നോക്കാം. CH3 CH2 COONA. then റിയാക്ഷൻ നടത്തേണ്ടത് സോഡ ലൈമുമായിട്ടാണ്. ദാറ്റ് മീൻസ് മിക്സർ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് കാൽസ്യം ഓക്സൈഡ്. പ്രോഡക്റ്റ് ഒന്ന് പറഞ്ഞേ, എന്തായിരിക്കും പ്രോഡക്റ്റ്? ഈഥെയ്ൻ. ഓക്കെ, നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പ് ഇതാണ്. അപ്പോ അതിന്റെ കൂടെ ജസ്റ്റ് ഈ ഹൈഡ്രജൻ കൂടെ സെലക്ട് ചെയ്യുക. CH3 പ്ലസ് Na2CO3. അപ്പം ഈ റിയാക്ഷനിൽ നോക്കിക്കേ, നമ്മുടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ 1 2 3 3 കാർബൺ ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിംഗ് മെറ്റീരിയലിൽ 3 കാർബൺ, പക്ഷെ പ്രോഡക്റ്റില് 2 കാർബണേ ഉള്ളൂ. അപ്പോൾ ഡീകാർബോക്സിലേഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ നമ്മുടെ റിയാക്ടന്റ് മോളിക്യൂളിൽ നിന്ന് 1 കാർബൺ ലെസ് ആയിരിക്കും പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഡീകാർബോക്സിലേഷൻ പ്രോഡക്റ്റ് റിയാക്ടന്റ് മോളിക്യൂളിൽ നിന്ന് 1 കാർബൺ ലെസ് ആയിരിക്കും. അതും കൂടെ നോട്ട് ചെയ്യണം. ഇത് നിങ്ങൾക്ക് ട്രൂ ഓർ ഫോൾസ് ആയിട്ടോ അല്ലെങ്കിൽ റൈറ്റ് സ്റ്റേറ്റ്മെന്റ് എഴുതാനൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. ഇപ്പൊ ഡീകാർബോക്സിലേഷൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 1 കാർബൺ ലെസ് ആയിരിക്കും. പ്രോഡക്റ്റ് വിത്ത് 1 കാർബൺ ലെസ്. അപ്പൊ കാർബോക്സിലിക് ആസിഡിൽ നിന്നുള്ള ഫസ്റ്റ് റിയാക്ഷൻ ഇതാണ്, ഡീകാർബോക്സിലേഷൻ. ഏതാ റിയാക്ഷൻ എന്ന് വെച്ചാൽ sodium salt of carboxylic acid reacted with soda lime to form alkane. ഇനി രണ്ടാമത്തെ റിയാക്ഷൻ നെയിംഡ് റിയാക്ഷൻ ആണ്. അത് നിങ്ങളുടെ നെയിംഡ് ലിസ്റ്റിലോട്ട് മാറ്റണം. രണ്ടാമത്തെ റിയാക്ഷൻ കോൾബ് ഇലക്ട്രോളിസിസ്. അത് കാർബോക്സിലിക് ആസിഡിൽ നിന്നുള്ള റിയാക്ഷൻ തന്നെ. ഇലക്ട്രോളിസിസ് എന്ന് കേട്ടാലേ നമുക്ക് മനസ്സിലാവും അവിടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ടാണ് റിയാക്ഷൻ നടത്തുന്നത്. അപ്പൊ ഇവിടെ ഒരു സോഡിയത്തിന്റെയോ അല്ല കാർബോക്സിലിക് ആസിഡിന്റെ സോഡിയം സോൾട്ടോ പൊട്ടാസ്യം സോൾട്ടോ എടുക്കാം. അപ്പൊ സോഡിയം സോൾട്ട് ഓർ പൊട്ടാസ്യം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്, അതിന്റെ അക്വസ് സൊല്യൂഷൻ. നമുക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിക്കണമെങ്കിൽ അതൊന്നുകിൽ മോൾട്ടൺ സ്റ്റേറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ അക്വസ് സ്റ്റേറ്റ് ആയിരിക്കണം. അപ്പൊ ഇലക്ട്രോളിസിസ് നടത്താൻ വേണ്ടിയിട്ട് aqueous solution of sodium or potassium salt of carboxylic acid എടുക്കുക. then just നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പൊ എന്താ റിയാക്ഷൻ നോക്കിക്കേ, ഒരു കാർബോക്സിലിക് ആസിഡ്. ഇവിടെ നമുക്ക് ഇലക്ട്രോളിസിസ് നടത്ത കോൾബ് ഇലക്ട്രോളിസിസിൽ കാർബോക്സിലിക് ആസിഡിന്റെ സോൾട്ട് എന്ന് പറയുന്നത് സോഡിയം ഓർ പൊട്ടാസ്യം സോൾട്ട് ആവാം, രണ്ടായാലും പ്രശ്നമില്ല. അപ്പൊ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് CH3 COOH. ഇതിന്റെ പേര്
പേരെന്താ? CH3COH പേരെന്താ? Ethanoic acid. എത്തനോയിക് ആസിഡ്. കറക്റ്റ്. നമ്മൾ കോമൺ നെയിം പറയും അസെറ്റിക് ആസിഡ്. അസെറ്റിക് ആസിഡിന്റെ ഫോർമുലയാണ് ഇത്, എത്തനോയിക് ആസിഡ് ഓർ അസെറ്റിക് ആസിഡ്. അപ്പൊ നമ്മൾ ഇതിന് സോഡിയം വന്നാൽ, അസെറ്റിക് ആസിഡിലെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് സോഡിയം വന്നാൽ അവിടെ സോഡിയം അസറ്റേറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ സോഡിയം എത്തനോയേറ്റ്. സോഡിയം അസറ്റേറ്റ് ഓർ സോഡിയം എത്തനോയേറ്റ് എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ സോഡിയം ഓർ പൊട്ടാസ്യം സോൾട്ടോ കാർബോക്സിലിക് ആസിഡ് എടുത്തു. ആദ്യമേ പറഞ്ഞു അക്വസ് സൊല്യൂഷൻ ആണ്. അപ്പൊ അക്വസ് സൊല്യൂഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് റിയാക്ഷൻ വേണ്ടി വാട്ടർ മോളിക്യൂൾ എടുത്തു, 2 മോളിക്യൂൾ വാട്ടർ. ദെൻ ഇതിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിക്കാം. ഇപ്പൊ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടുത്തെ കാർബൺ, ഈ ആൽക്കൈൽ ഗ്രൂപ്പ്, നമ്മൾ ഗുഡ്സ് റിയാക്ഷനിൽ പറഞ്ഞ പോലെ ആൽക്കൈൽ ഗ്രൂപ്പ് ഡൈമറൈസ് ചെയ്യും. ഫ്രണ്ടിൽ എത്ര കാർബൺ ഉണ്ടോ, കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പിന്റെ ഫ്രണ്ടിൽ എത്ര കാർബൺ ഉണ്ടോ അത് ഡൈമറൈസ് ചെയ്യും. ഇവിടെ എന്താ, ഒരു CH3 ആണുള്ളത്, സോ CH3 CH3 ആണ്. പ്ലസ് അടുത്തെന്താ സംഭവിക്കാം? ഇവിടുത്തെ കാർബണും 2 ഓക്സിജനും ചേർന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ആവും, CO2. പ്ലസ് അപ്പൊ ഇവിടുത്തെ ആൽക്കൈൽ ഗ്രൂപ്പ് ഡൈമറൈസ് ചെയ്തു, ഈ COO ചേർന്നിട്ട് എന്തുണ്ടായി? കാർബൺ ഡൈ ഓക്സൈഡ് കൂടി. ഇനി ബാക്കി എന്തായിരിക്കും പ്രോഡക്റ്റ്? ഇനി അതിന് ബാക്കിയുള്ളത് ഒരു സോഡിയം ഉണ്ട്, ദെൻ വാട്ടർ മോളിക്യൂൾ ഉണ്ട്. വാട്ടർ മോളിക്യൂൾ എന്ന് വെച്ചാൽ H പ്ലസും OH മൈനസും ആണ്. H പ്ലസും OH മൈനസും. ഈ Na ഈ OH കൂടെ ചേർന്നിട്ട് NaOH ആണ്. ഇവിടെ 2 മോളിക്യൂൾ വാട്ടർ ആണ്, സോ ആ H പ്ലസ് ചേർത്തിട്ട് ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ ഫോം ചെയ്യും. ഇതാണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ജനറലി എങ്ങനെ എഴുതാം? RCOO Na or A. സോഡിയം വരാൻ ഓർ പൊട്ടാസ്യം വരാൻ. പൊട്ടാസ്യം വന്നാൽ ഇവിടെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം വന്നാൽ സോഡിയം ഹൈഡ്രോക്സൈഡ്. പ്ലസ് 2H2O. ഇലക്ട്രോളിസിസ് നടക്കുമ്പോൾ R ഗ്രൂപ്പിന് ഡൈമറൈസേഷൻ. അപ്പോ R പ്ലസ് ബാക്കിയെല്ലാം കാർബൺ ഡൈ ഓക്സൈഡ്, സോഡിയം ഓർ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. ഇതാണ് ഇലക്ട്രോളിസിസ്. അപ്പൊ കോൾഡ് ഇലക്ട്രോളിസിസിലും ആൽക്കൈൽ ഗ്രൂപ്പിന്റെ ഡൈമറൈസേഷൻ ആണ് നടക്കുന്നത്. അപ്പൊ ഇത്രയൊന്ന് നോക്കിക്കേ.
ഓക്കെ, അപ്പൊ കോൾബ് ഇലക്ട്രോളിസിസിലും ആൽക്കൈൽ ഗ്രൂപ്പിന്റെ ഡൈമറൈസേഷൻ ആണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയും നമുക്ക് ഓഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റമുള്ള കോമ്പൗണ്ട് കിട്ടത്തില്ല. അത് മാത്രമല്ല, മീത്തൈനിന്റെ പ്രിപ്പറേഷനും കോൾബ് ഇലക്ട്രോളിസിസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ രണ്ട് കാര്യങ്ങളും കൂടെ ഇവിടെ ഓർക്കുക. ഇവിടെയും വുഡ്സ് റിയാക്ഷൻ പോലെ തന്നെ മീത്തൈന്റെ പ്രിപ്പറേഷനും പറ്റത്തില്ല, ഓഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റമുള്ള കോമ്പൗണ്ട്സും പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് മൂന്നാമത്തെ പ്രിപ്പറേഷൻ മെത്തേഡ്. അപ്പോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ആൽക്കീനിൽ നിന്നും ആൽക്കൈനിൽ നിന്നും, സെക്കൻഡ് പറഞ്ഞത് ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന്, തേർഡ് പറഞ്ഞത് കാർബോക്സിലിക് ആസിഡിൽ. ഇനി നാലാമത്തെ മെത്തേഡ് നമ്മൾ മീത്തൈനിന്റെ മാത്രം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് പഠിക്കുന്നതാണ്. എങ്ങനെ മീത്തൈൻ പ്രിപ്പയർ ചെയ്യാം. അപ്പൊ മീത്തൈൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ആദ്യം എടുക്കേണ്ടത് അലുമിനിയം കാർബൈഡ് ആണ്. അലുമിനിയം കാർബൈഡ് എന്ന് വെച്ചാൽ Al4C3 അലുമിനിയം കാർബൈഡ്. ഈ അലുമിനിയം കാർബൈഡിനെ കോൾഡ് വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അലുമിനിയം കാർബൈഡ് എടുക്കുക, കോൾഡ് വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ വാട്ടർ എടുക്കേണ്ടത് എക്സസ് എമൗണ്ട് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 12 മോളിക്യൂൾ വാട്ടറുമായിട്ട് റിയാക്ഷൻ നടത്തും. അലുമിനിയം കാർബൈഡ് റിയാക്റ്റഡ് വിത്ത് കോൾഡ് വാട്ടർ. ഇവിടെ പ്രിപ്പറേഷൻ ഏതിന്റെയാ നടക്കുന്നത്? മീത്തൈനിന്റെ പ്രിപ്പറേഷൻ മാത്രമേ ഉള്ളൂ. സോ ഇവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മീത്തൈൻ തന്നെ ആയിരിക്കും, CH4. ഇവിടെ എത്ര കാർബൺ ഉണ്ടോ അത്രയും മീത്തൈൻ പ്രിപ്പയർ ആവും. അപ്പൊ 3 മോളിക്യൂൾ CH4ഉം ബാക്കി അലുമിനിയം ഹൈഡ്രോക്സൈഡ്. 4 അലുമിനിയം ഉണ്ട്, സോ 4 മോളിക്യൂൾ അലുമിനിയം ഹൈഡ്രോക്സൈഡ്. ഇതാണ് മീത്തൈനിന്റെ പ്രിപ്പറേഷൻ. അപ്പൊ മീത്തൈൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് ബൈ ദ ആക്ഷൻ ഓഫ് കോൾഡ് വാട്ടർ ഓൺ അലുമിനിയം കാർബൈഡ്. അലുമിനിയം കാർബൈഡിൽ കോൾഡ് വാട്ടറിന്റെ ആക്ഷൻ കാരണമാണ് മീത്തൈൻ ഫോം ചെയ്തത്. ജസ്റ്റ് അലുമിനിയം കാർബൈഡ് Al4C3 അലുമിനിയം കാർബൈഡും 12 മോളിക്യൂൾ വാട്ടർ കൊടുക്കുക. അപ്പൊ അതിൽ എത്ര കാർബൺ ഉണ്ടോ അത്രയും മീത്തൈൻ മോളിക്യൂൾ പ്രിപ്പയർ ആവും. അപ്പം ഇത്രയേ ഉള്ളൂ പ്രിപ്പറേഷൻ. 4 മെത്തേഡാണ് മെയിൻലി പറയുന്നത്. അതിൽ ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ സെബറ്റിയർ സെന്ററൈൻസ് റിഡക്ഷൻ പറഞ്ഞു, ആൽക്കൈൽ ഹാലൈഡിൽ നിന്നുള്ള പ്രിപ്പറേഷന്റെ റിഡക്ഷനും പറഞ്ഞു, വുഡ്സ് റിയാക്ഷനും പറഞ്ഞു. ദെൻ കാർബോക്സിലിക് ആസിഡിൽ നിന്നുള്ള പ്രിപ്പറേഷന്റെ ഡീകാർബോക്സിലേഷനും പറഞ്ഞു, കോൾബ് ഇലക്ട്രോളിസിസും പറഞ്ഞു. ലാസ്റ്റ് മീത്തൈന്റെ മാത്രം പ്രിപ്പറേഷൻ ഫ്രം അലുമിനിയം കാർബൈഡ്. അപ്പോ പ്രിപ്പറേഷൻ ക്ലിയർ ആണോ? ക്ലിയർ ആണോ പ്രിപ്പറേഷൻ? ഓക്കെ, സ്പീഡ് കൂടുതലാക്കി പറയണം കേട്ടോ. അപ്പൊ അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ നമ്മൾ ഓരോന്ന് പഠിക്കുമ്പോഴും അതിന്റെ പ്രിപ്പറേഷൻ വേണം, പ്രോപ്പർട്ടീസ് വേണം. പ്രോപ്പർട്ടീസ് 2 ടൈപ്പ് പ്രോപ്പർട്ടീസ് ഉണ്ട്, ഫിസിക്കൽ പ്രോപ്പർട്ടീസും ഉണ്ട്, കെമിക്കൽ പ്രോപ്പർട്ടീസും ഉണ്ട്. ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ നമ്മൾ അതിന്റെ അപ്പിയറൻസ്, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, അതിന്റെ സ്റ്റേറ്റ്, ഇതൊക്കെയാണ് പറയുന്നത്. കെമിക്കൽ പ്രോപ്പർട്ടീസിൽ കംപ്ലീറ്റ്ലി റിയാക്ഷൻസ് ആണ്. ഇപ്പൊ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കി വെക്കാവുന്നത്. അപ്പൊ അതിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ആൽക്കെയിൻസ് എന്ന് പറയുന്നത് നോൺ പോളാർ മോളിക്യൂൾ ആണ്, അത് ആദ്യം ഓർക്കുക. ആൽക്കെയിൻസ് എന്ന് പറയുന്നത് സിമെട്രിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയതുകൊണ്ട് തന്നെ അത് നോൺ പോളാർ ആണ്. ദെൻ അത് ഹെൽഡ് ചെയ്യുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വീക്ക് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ആണ്. അപ്പോ വാൻ ഡെർ വാൾസ് ഫോഴ്സ് വീക്ക് ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ ആൽക്കെയിൻസിന്റെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ലോ ആയിരിക്കും, കമ്പാരിറ്റീവ്ലി ലോ ആയിരിക്കും. അപ്പോ ആൽക്കെയിൻസ് എന്ന് പറയുന്നത് നോൺ പോളാർ ആണ്. അവിടെ മോളിക്യൂൾസ് ഹെൽഡ് ചെയ്യുന്നത് വീക്ക് വാൻ ഡെർ വാൾസ് ഫോഴ്സ് വെച്ചിട്ടാണ്. അപ്പോ അതിന്റെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കമ്പാരിറ്റീവ്ലി ലോ ആയിരിക്കും. ദെൻ സ്ട്രേറ്റ് ചെയിൻ ആൽക്കെയിൻസ് എടുക്കുമ്പോൾ അതിലെ ആദ്യത്തെ 4 മെമ്പേഴ്സ്, ദാറ്റ് മീൻസ് C1 1 കാർബൺ ഉള്ളത്, 2 കാർബൺ ഉള്ളത്, 3 കാർബൺ ഉള്ളത്, 4 കാർബൺ ഉള്ള മെമ്പേഴ്സ്, മീത്തൈൻ, ഈത്തൈൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടിൻ. ഈ 4 കാർബൺ ഉള്ള കോമ്പൗണ്ട്സ് വരെ അത് ഗ്യാസസ് ആയിരിക്കും. അപ്പൊ അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ആണ് പറയുന്നത്. സ്ട്രേറ്റ് ചെയിൻ ഹൈഡ്രോ കാർബൺസിൽ ഫസ്റ്റ് 4 മെമ്പേഴ്സ് ഗ്യാസസ് ആയിരിക്കും. നെക്സ്റ്റ് 13 മെമ്പേഴ്സ്, അതായത് 5 മുതൽ 5ാമത്തെ കാർബൺ മുതൽ 17ാമത്തെ കാർബൺ വരെ, നെക്സ്റ്റ് 13 മെമ്പേഴ്സ് അവിടെ ലിക്വിഡ് ആയിരിക്കും. ദെൻ ഹയർ മെമ്പേഴ്സ് എല്ലാം തന്നെ വാക്സി സോളിഡ് ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് 4 മെമ്പേഴ്സ്
ഗ്യാസസ് ആണ്. നെക്സ്റ്റ് 13 മെമ്പേഴ്സ് ലിക്വിഡ്സ് ആണ്. ഹയർ മെമ്പേഴ്സ് വാക്സി സോളിഡ്സ് ആണ്. ഇനി അതിന്റെ ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും എങ്ങനെയാണെന്ന് പറയാം. ഇപ്പൊ ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും ആൽക്കൈനിന്റെ എന്നല്ല ഏതിന്റെ നോക്കിയാലും നിങ്ങൾ ഓർക്കേണ്ട കാര്യം അതിന്റെ കഴിഞ്ഞിട്ട് മുകളിലോട്ട് വരാണെങ്കിൽ എന്താണ് ആവുന്നത്? വാക്സി സോളിഡ്സ് ആയിരിക്കും. ഹയർ മെമ്പേഴ്സ് വാക്സി സോളിഡ്സ് ആണ്. ഓക്കെ. അപ്പൊ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഏതിന്റെ ആണെങ്കിലും നിങ്ങൾ ഓർക്കുക, മോളിക്കുലാർ മാസ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഡെൻസിറ്റിയും അതെല്ലാം ഇൻക്രീസ് ചെയ്യും. അപ്പൊ മോളിക്കുലാർ മാസ് കൂടുതൽ ഏതിനാണോ അതിനായിരിക്കും മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കൂടുതൽ. അപ്പൊ ഫസ്റ്റ് ഓർക്കേണ്ട കാര്യം, ഈ സ്ട്രെയിറ്റ് ചെയിൻ ആൽക്കെയിൻസിൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം കൂടുന്നതിനനുസരിച്ച് അതിന്റെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഇൻക്രീസ് ചെയ്യും. ഇപ്പൊ നമ്പർ ഓഫ് കാർബൺ ആറ്റം കൂടുക മീൻസ് ചെയിൻ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഇൻക്രീസ് ചെയ്യും. അതിന്റെ കാരണം എന്ന് പറയുന്നത് സർഫസ് ഏരിയ കൂടുമ്പോൾ വാണ്ടർവാൾസ് ഫോഴ്സസിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടും. ഇപ്പൊ റീസൺ ഇതാണ്, കാർബൺ ആറ്റം കൂടുമ്പോൾ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഇൻക്രീസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് സർഫസ് ഏരിയ കൂടുകയാണ്. സർഫസ് ഏരിയ കൂടുമ്പോൾ വാണ്ടർവാൾസ് ഫോഴ്സസിന്റെ മാഗ്നിറ്റ്യൂഡും ഇൻക്രീസ് ചെയ്യും. അപ്പൊ അവിടുത്തെ ഫോഴ്സ് ഓഫ് അട്രാക്ഷന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ അട്രാക്ഷനെ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ എനർജി കൊടുക്കണം. സോ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഇൻക്രീസ് ചെയ്യും. ഇനി ഐസോമെറിക് ചെയിൻ ആണെങ്കിലോ, ദാറ്റ് മീൻസ് രണ്ട് സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം രണ്ട് ചെയിൻ ഉണ്ടെന്ന് വിചാരിക്കും. CH3 CH2 CH2 CH3 ഉം CH3 CH CH3 CH3 ഇത് രണ്ടും ഐസോമാസ് ആണ്. C4H10 ആണ് മോളിക്കുലാർ ഫോർമുല. രണ്ടിലും സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം, രണ്ടിലും സെയിം നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഇങ്ങനത്തെ കേസ് ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഇതിൽ ഏതിനായിരിക്കും മെൽറ്റിംഗ് പോയിന്റോ ബോയിലിംഗ് പോയിന്റോ കൂടുതൽ? ഇങ്ങനെ വരുന്ന കേസിൽ ബ്രാഞ്ചസ് വരികയാണെങ്കിൽ അവിടെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കുറയും. അപ്പൊ ഈ പോയിന്റ് കൂടെ നോട്ട് ചെയ്യാം. ഐസോമെറിക് ആസ് ബ്രാഞ്ചസ് ഇൻക്രീസസ് melting point and boiling point decreases. ബ്രാഞ്ചസ് കൂടുമ്പോ അവിടെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഡിക്രീസ് ചെയ്യും. അതിന് കാരണം എന്താ? ബ്രാഞ്ച് കൂടുന്നതിനനുസരിച്ച് അതിന്റെ സർഫസ് ഏരിയ കുറയും. നോക്കിക്കേ, ഈ ചെയിനും കമ്പയർ ചെയ്ത് നോക്കിക്കേ, ഇതൊരു സ്പെരിക്കൽ ഷേപ്പ് പോലെ ഒരുപാട് ബ്രാഞ്ച് വന്നാൽ അതൊരു സ്പെരിക്കൽ ഷേപ്പ് ആയിട്ട് മാറും. സോ സർഫസ് ഏരിയ കുറയും. സർഫസ് ഏരിയ കുറയുമ്പോൾ ആ വാണ്ടർവാൾസ് ഫോഴ്സസിന്റെ മാഗ്നിറ്റ്യൂഡ് കുറയും. മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും കുറയും. അപ്പൊ ഐസോമെറിക് ചെയിന്റെ കേസിൽ ഓർക്കേണ്ടത് നമ്പർ ഓഫ് കാർബൺ ആറ്റത്തിൽ സെയിം ആയിരിക്കും, പക്ഷെ അതിൽ ബ്രാഞ്ചിങ് കൂടുന്നതിനനുസരിച്ച് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഡിക്രീസ് ആവും. ഫോർ എക്സാമ്പിൾ ഇതിന്റെ ആൻസർ ഒന്ന് നിങ്ങൾ പറയാം. ഒന്ന് നോർമൽ ബ്യൂട്ടൻ, N-butane. Then രണ്ടാമത്തത് ഐസോപെന്റേൻ, നാലാമത്തെ നിയോപെൻ. ഐസോപെന്റേൻ, മൂന്നാമത്തത് നിയോപെൻ. ഇതിലെ ബോയിലിംഗ് പോയിന്റിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ ഒന്ന് പറഞ്ഞേ, ഏതിനായിരിക്കും ഇവിടെ ബോയിലിംഗ് പോയിന്റ് കൂടുതൽ? പെന്റേൻ മതി, N-pentane. അപ്പൊ എല്ലാം സെയിം ആണ്. ഏതിനായിരിക്കും ബോയിലിംഗ് പോയിന്റ് കൂടുതൽ? N-pentane. കാരണം എന്താ? നോർമൽ പെന്റേൻ എന്നാണ് മീനിങ്. ഇത് കോമൺ നെയിംസ് ആണ് തന്നത്. സോ ഒരു സ്ട്രൈറ്റ് ചെയിൻ ആണ് N-pentane എന്ന് പറയുന്നത്. CH3 CH2 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 CH3. ഓക്കെ. അപ്പൊ N-pentaneന്റെ ബോയിലിംഗ് പോയിന്റ് 309 കെൽവിൻ ആണ്. കാണാതെ പഠിക്കേണ്ട കേട്ടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നുണ്ട്. 309 കെൽവിൻ ആണ്. ഇനി ഐസോപെന്റേൻ എന്ന് വെച്ചാൽ ഇനി അടുത്തുള്ളത് ഐസോപെന്റേനും നിയോപെന്റേനും. അതിൽ ഏതാ ബോയിലിംഗ് പോയിന്റ് കൂടുതൽ? ഐസോപെന്റേൻ. ഐസോ എന്ന് വെച്ചാൽ സ്ട്രക്ചർ എന്താ?
എന്താണ് അനഘ? സെയിം സ്ട്രക്ചർ ആയിരിക്കും. സെയിം സ്ട്രക്ചർ അല്ല, ഇത് കോമൺ നെയിം ആണ്. ഐസോ എന്ന പ്രിഫിക്സ് വന്നാൽ നിങ്ങൾ ഓർക്കേണ്ടത് നമ്മുടെ ചെയിനിന്റെ സെക്കൻഡ് ലാസ്റ്റ് പൊസിഷനിൽ ഒരു ബ്രാഞ്ച് ഉണ്ടാവും. അതാണ് ഐസോയുടെ മീനിങ്. ഇപ്പൊ ടോട്ടലി കോമൺ നെയിം ആണ്, അതുകൊണ്ട് പെന്റെയിൻ എന്ന് വെച്ചാൽ 5 കാർബൺ, സ്ട്രേറ്റ് ചെയിനിലല്ല 5 കാർബൺ, ടോട്ടലി 5 കാർബൺ. അതിലെ ഒരു കാർബൺ എന്ന് പറയുന്നത് ചെയിനിന്റെ സെക്കൻഡ് ലാസ്റ്റ് പൊസിഷനിൽ ബ്രാഞ്ച് ആയിട്ടാണ് വരുന്നത്. ഐസോയുടെ മീനിങ് അതാണ്, സെക്കൻഡ് ലാസ്റ്റ് പൊസിഷനിൽ ഒരു ബ്രാഞ്ച്. അപ്പൊ അത് ഇങ്ങനെയായിരിക്കും CH3 CH CH3 CH2 CH3 ഒരു ബ്രാഞ്ച്. അപ്പൊ ഇവിടെ ഒരു ബ്രാഞ്ച് വരുമ്പോ ബോയിലിംഗ് പോയിന്റ് കുറച്ച് കുറയും. അപ്പൊ ഇവിടെ വരുന്നത് 301 കെൽവിൻ ആണ്. ഇനി അടുത്ത് നിയോപെൻ. അപ്പൊ നമുക്കറിയാം ലാസ്റ്റ് വരുന്നത് നിയോപെന്റീൻ. നിയോപെന്റീൻ എന്ന് വെച്ചാൽ 5 കാർബൺ ഉള്ള ഒരു കോമ്പൗണ്ട്. അതിലെ 2 കാർബൺ ബ്രാഞ്ചസ് ആണ്. സെക്കൻഡ് ലാസ്റ്റ് പൊസിഷനിൽ 2 ബ്രാഞ്ച് വന്നാൽ അതിനെ നമുക്ക് നിയോ എന്ന് പറയാം. സോ നിയോപെന്റീന്റെ സ്ട്രക്ചർ ഇതാണ്. CH3 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 CH3. ഇതിന്റെ ബോയിലിംഗ് പോയിന്റ് അപ്രോക്സിമേറ്റ്ലി 282 കെൽവിൻ ആണ്. അപ്പൊ ബോയിലിംഗ് പോയിന്റ് പറഞ്ഞാൽ എന്താണോ, ബ്രാഞ്ചസ് കൂടുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കുറയും. അപ്പൊ ഇതിന് കാരണം എന്താ, ബ്രാഞ്ചസ് കൂടുന്നതിനനുസരിച്ച് അവിടെ എന്താ സംഭവിക്കുക, ഒരു സ്പെരിക്കൽ ഷേപ്പിലോട്ട് വരും. അപ്പോഴത്തേക്കും അതിന്റെ സർഫസ് ഏരിയ കുറയും. സർഫസ് ഏരിയ കുറയുമ്പോൾ വാണ്ടർ വാൾസ് ഫോഴ്സസിന്റെ മാഗ്നിറ്റ്യൂഡ് കുറയും. മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും ഡിക്രീസ് ആവും. അപ്പോ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞത് നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, ദെൻ പ്രിപ്പറേഷൻ പറഞ്ഞു, അടുത്ത ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഇതിൽ ഏതെങ്കിലും ഒന്നും കൂടെ പറഞ്ഞു തരണമെങ്കിൽ പറഞ്ഞേ. ആർക്കെങ്കിലും ഏതെങ്കിലും മനസ്സിലാവാണ്ടുണ്ടോ? അതോ കെമിക്കൽ പ്രോപ്പർട്ടീസിലോട്ട് പോകുമോ? ക്ലിയർ ആണോ ഇത്രയും? ക്ലിയർ ആണ് മിസ്. ഓക്കെ, നെക്സ്റ്റ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടത്, റിയാക്ഷൻസ് ആണ്. ഇപ്പൊ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോഴേ പറഞ്ഞു, ആൽക്കെയിൻസ് എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ആണ്, സ്റ്റേബിൾ ആണ്. സോ ജനറലി അത് ഇനേർട്ട് ആണ് ടുവേർഡ്സ് ആസിഡ്സ് ഓർ ബേസസ് ഓർ അതർ റിയേജൻസ്. പലതുമായിട്ടും ഇത് ഇനേർട്ട് ബിഹേവിയർ ആയിരിക്കും കാണിക്കുക, റിയാക്ടിവിറ്റി ഒന്നും കാണിക്കാറില്ല. അപ്പോ പക്ഷെ എന്നാലും നമ്മൾ എന്തെങ്കിലും കണ്ടീഷൻ കൊടുത്താൽ അത് ഓക്സിഡേഷൻ റിയാക്ഷനും റിഡക്ഷൻ റിയാക്ഷനും നടത്തിക്കാറുണ്ട്. അപ്പൊ എന്തെങ്കിലും അഡീഷണൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഓക്സിഡേഷൻ റിയാക്ഷനും റിഡക്ഷൻ റിയാക്ഷനും ഈ ആൽക്കെയിൻസ് നടത്താറുണ്ട്. അപ്പൊ ജനറലി ഇനർട്ട് ആണ്, അത് ഓർക്കുക. ഫസ്റ്റ് കെമിക്കൽ പ്രോപ്പർട്ടി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കുറെ പ്രോപ്പർട്ടീസ് അല്ല റിയാക്ഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. 4 ടൈപ്പ് റിയാക്ഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞു ആൽക്കെയിൻസ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആയിരിക്കും നടത്തുക. അപ്പൊ ഫസ്റ്റ് റിയാക്ഷൻ അത് തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച സെയിം സാധനം തന്നെയാണ്, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ എന്താ, റീപ്ലേസ്മെന്റ് ആണ്. ഒന്നിനെ റീപ്ലേസ് ചെയ്ത് വേറൊരെണ്ണം വയ്ക്കുക. ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ ഹാലജനേഷൻ ഓഫ് ആൽക്കെയിൻ ആണ്. ഹാലജനേഷൻ നടത്തുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. ലൈറ്റിന്റെ പ്രസൻസിലാണ് ഹാലജനേഷൻ നടത്തുന്നത്. അപ്പൊ ഇതെന്താവും, ഒരു മോളിക്യൂൾ ഹാലജനാണ് എടുക്കുന്നതെങ്കിൽ അത് CH3 ഇവിടുത്തെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് ഹാലജൻ വരും. CH3Cl പ്ലസ് HCl. Then ഈ CH3Cl ഹാലജനേഷൻ നടത്തിയാലോ, അടുത്ത ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യും. ഇങ്ങനെ വരുന്നത് HCl. Then Cl2 വരുമ്പോഴത്തേക്കും ഒരു ഹൈഡ്രജനും ഒരു ക്ലോറിനും ഇവിടെ ചേർന്ന് HCl എലിമിനേറ്റ് ആവും. ഈ ക്ലോറിൻ വന്ന് ഈ ഹൈഡ്രജന്റെ പ്ലേസിൽ ഓക്കുപൈ ചെയ്യും. സോ ഇവിടെയും ക്ലോറിൻ വരും. അപ്പൊ CH2 Cl2 ആയിട്ട് മാറും. CH2 Cl2 പ്ലസ് HCl.
again നമ്മുടെ ഹാലജനേഷൻ നടത്തിയാലോ CH2Cl2 plus Cl2 ചെയ്താൽ അടുത്ത ഹൈഡ്രജനെ ഹാലജൻ റീപ്ലേസ് ചെയ്യും. സോ CHCl3 plus HCl. Then CHCl3 plus Cl2 ചെയ്താലോ CCl4 plus HCl എന്ന് കിട്ടും. അടുത്ത ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യും. Then ഈ കോമ്പൗണ്ടിന് എന്താ പറയാ? CH3Cl. IUPAC നെയിം പറഞ്ഞേ. ക്ലോറോമീഥേൻ അല്ലെങ്കിൽ മിഥൈൽ ക്ലോറൈഡ് എന്ന് പറയാം. CH2Cl2 ആണെങ്കിലോ ഡൈക്ലോറോമീഥേൻ ഓർ മിഥൈൽ ഡൈക്ലോറൈഡ് എന്ന് പറയാം. CHCl3യോ ക്ലോറോഫോം. ഈ പേര് ക്ലോറോഫോമിന്റെ ഫോമിലയാണ് CHCl3. CHX3 എന്ന് വെച്ചാൽ നമുക്ക് ഹാലോഫോം എന്ന് പറയാം. X എന്ന് വെച്ചാൽ ഹാലജൻ ആണ്. അവിടെ ഫ്ലൂറിൻ വന്നാൽ ഫ്ലൂറോഫോം, ക്ലോറിൻ വന്നാൽ ക്ലോറോഫോം, ബ്രോമിൻ വന്നാൽ ബ്രോമോഫോം, അയഡിൻ വന്നാൽ അയഡോഫോം. CHX3 എന്ന് വെച്ചാൽ ഹാലോഫോം ആണ്. അപ്പൊ ഇത് ഒന്നുകിൽ മീഥൈൽ ട്രൈക്ലോറൈഡ് ഓർ ട്രൈക്ലോറോമീഥേൻ, കോമൺ നെയിം ക്ലോറോഫോം. ഇതാണെങ്കിലോ CCl4 കാർബൺ ടെട്രാക്ലോറൈഡ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആൽക്കെയിൻ ആയതുകൊണ്ട് തന്നെ നോർമലി റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ എന്തെങ്കിലും കണ്ടീഷൻ വേണമല്ലോ. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് സൺലൈറ്റിന്റെ പ്രസൻസ്. രണ്ടാമത്തത് ഇവിടെ നല്ല ടെമ്പറേച്ചർ വേണം. 573 to 773 കെൽവിൻ ടെമ്പറേച്ചറിലായിരിക്കും റിയാക്ഷൻ നടക്കുന്നത്. 573 to 773 കെൽവിൻ ടെമ്പറേച്ചറിലാണ് റിയാക്ഷൻ നടക്കുന്നത്. സൺലൈറ്റ് ഇല്ലെങ്കിൽ UV റേസിന്റെ പ്രസൻസ് ആയാലും മതി. സൺലൈറ്റിന്റെയോ UV റേസിന്റെയോ പ്രസൻസിലായിരിക്കും ഇവിടെ റിയാക്ഷൻ നടക്കുന്നത്. ഇപ്പൊ സാധാരണ നമ്മൾ ഈ റിയാക്ഷൻ നടത്തുന്നത് ക്ലോറിനേഷൻ റിയാക്ഷൻസ് ആണ്. ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നടക്കുന്നത്. ബ്രോമിനേഷൻ നടക്കുന്നത് വളരെ പതുക്കെ. നമ്മളിപ്പോ ബ്രോമിൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ അത് സ്ലോ റിയാക്ഷൻ ആയിരിക്കും. അയഡിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് അയഡിൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നടക്കുന്നതെങ്കിൽ അത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ നോർമലി അയഡിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഇങ്ങനെ നടത്താറില്ല. അപ്പൊ സപ്പോസ് നമ്മളിവിടെ അയഡിനേഷൻ ആണ് നടത്തുന്നതെങ്കിൽ ഇങ്ങനെയായിരിക്കും റിയാക്ഷൻ നടത്തുന്നത്. CH4 plus I2 gives CH3I plus HI. ഇവിടെ ഉണ്ടാവുന്ന ഈ ഹൈഡ്രജൻ അയോഡൈഡ് ഈ മീഥൈൽ അയഡൈഡുമായിട്ട് റിയാക്ഷൻ നടത്തും. തിരിച്ച് റിയാക്ടന്റ് ആയിട്ട് മാറും. അയഡിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അയഡിനേഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ അത് റിവേഴ്സിബിൾ അല്ലാണ്ടാവും. റിവേഴ്സിബിൾ അല്ലാണ്ടാവാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇവിടെ ഫോം ചെയ്യുന്ന ഹൈഡ്രജൻ അയഡൈഡിന് അവിടെ നിന്ന് മാറ്റണം. റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹൈഡ്രജൻ അയഡൈഡിനെ അവിടുന്ന് എലിമിനേറ്റ് ചെയ്യണം. അപ്പൊ ഹൈഡ്രജൻ അയഡൈഡിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഓക്സിഡൈസിങ് ഏജന്റിന്റെ പ്രസൻസിൽ മാത്രമേ അയഡിനേഷൻ റിയാക്ഷൻ നടക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് HiO3 അയഡിക് ആസിഡോ അതുപോലെ നൈട്രിക് ആസിഡോ ആണ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അയഡിനേഷൻ റിയാക്ഷൻ റിവേഴ്സിബിൾ ആയതുകൊണ്ട് നോർമലി നടക്കാറില്ല. നടക്കണമെങ്കിൽ ഏതെങ്കിലും ഓക്സിഡൈസിങ് ഏജന്റിന്റെ പ്രസൻസ് വേണം. ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് HiO3 HNO3 ആണ്. അപ്പൊ ഈ HiO3യോ HNO3യോ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഇവിടുത്തെ ഹൈഡ്രജൻ അയഡൈഡിനെ എന്താ അയഡിൻ ഗ്യാസ് ആയിട്ട് എസ്കേപ്പ് ആക്കും. അപ്പൊ അയഡിൻ ഗ്യാസ് ആയിട്ട് കൺവേർട്ട് ആയി പോയാൽ പിന്നെ ഈ ഹൈഡ്രജൻ അയഡൈഡ് മീഥൈൽ അയഡൈഡുമായിട്ട് റിയാക്ഷൻ നടത്തി തിരിച്ച് പ്രോഡക്റ്റ് ആവുന്നില്ല. അപ്പൊ ഓക്സിഡൈസിങ് ഏജന്റിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അയഡിനേഷൻ റിയാക്ഷൻ നടക്കത്തുള്ളൂ. അപ്പൊ അത്രയോ. നോർമലി നമ്മൾ ഇവിടെ ചെയ്യുന്നത് ക്ലോറിനേഷൻ ആണ്. ബ്രോമിനേഷൻ ലെസ് റാപ്പിഡ് ആണ്. അയഡിനേഷൻ എന്ന് പറയുന്നത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഓക്സിഡൈസിങ് ഏജന്റിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ റിയാക്ഷൻ നടക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി റിയാക്ടിവിറ്റി ഓർഡർ നമ്മളിവിടെ ഹാലജനേഷൻ ആണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹാലജനേഷന്റെ റിയാക്ടിവിറ്റി ഓർഡർ ഫ്ലൂറിൻ ആണ് ഗ്രേറ്റർ റിയാക്ടിവിറ്റി. ഫ്ലൂറിൻ ഗ്രേറ്റർ ദാൻ, ക്ലോറിൻ greater than,
bromine greater than iodine. Reactivity order of halogens ഇതാണ്. For halogen the reactivity order fluorine greater than, chlorine greater than, bromine greater than iodine. ഓക്കെ, നമ്മളിവിടെ ഹൈഡ്രജനെയാണ് റീപ്ലേസ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഹൈഡ്രജനും റിയാക്ടിവിറ്റി ഓർഡർ ഉണ്ട്. നമ്മൾ എടുക്കുന്ന റിയാക്ടന്റിലെ ഹൈഡ്രജൻ ടെറിഷറി ഹൈഡ്രജൻ ആണെങ്കിൽ അവിടെ റിയാക്ടിവിറ്റി കൂടുതലാണ്. ഇപ്പൊ റിയാക്ടിവിറ്റി ഓർഡർ ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് ടെറിഷറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, പ്രൈമറി ഗ്രേറ്റർ ദാൻ മീഥൈൽ. അപ്പോ ഹൈഡ്രജന്റെ റിയാക്ടിവിറ്റി ഓർഡറും ഇതാണ്, ടെറിഷറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, പ്രൈമറി. ഓക്കെ, അപ്പം ഇതാണ് ഹാലജനേഷൻ റിയാക്ഷൻ. ഇതിന്റെ മെക്കാനിസം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. മെക്കാനിസം ഒന്നും എഴുതി പഠിക്കേണ്ട, ജസ്റ്റ് ഏതൊക്കെ സ്റ്റെപ്പാണ് വരുന്നത്, അതിൽ എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് ഉണ്ടാവുന്നത്, അത് മാത്രം ഓർത്താൽ മതി. അപ്പൊ റിയാക്ഷൻ ക്ലിയർ ആണോ? ഓക്കെ, ഇനി മെക്കാനിസം ഓർക്കാം. അപ്പോ ഇതിനെ നോക്കിയാൽ നമ്മുടെ ഹൈഡ്രജന്റെ സ്റ്റെബിലിറ്റി പറയുന്നത് ടെറിഷറി, സെക്കൻഡറി, പ്രൈമറി, ദെൻ മീഥൈൽ എന്നാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ കുറച്ച് റിയാക്ഷൻ ഇന്റർമീഡിയറ്റ്സ് പഠിച്ചു. അതിൽ ഏതിന്റെ ഓർഡറാ ഈ ഒരു ഓർഡർ ഫോളോ ചെയ്യുന്നത്? ടെറിഷറി, സെക്കൻഡറി, പ്രൈമറി എന്ന് പറഞ്ഞു വരുന്നത് ഏതിന്റെ ഓർഡർ ആയിരുന്നു? കാർബോകാറ്റയോണിന്റെ. കാർബോകാറ്റയോണിനും ഫ്രീ റാഡിക്കലിനുമാണ് നമ്മൾ ഈ ഒരു ഓർഡർ പഠിച്ചത്. അപ്പൊ നിങ്ങൾ ഓർക്കുക, ഈ റിയാക്ഷൻ നടക്കുന്നത് ഈ ഏതെങ്കിലും നമ്മൾ ഈ പറഞ്ഞ രണ്ട് കാർബോകാറ്റയോണോ ഫ്രീ റാഡിക്കലോ ഇന്റർമീഡിയറ്റ് വഴിയായിരിക്കും. അപ്പം ഓർക്കേണ്ട കാര്യം, ഹാലജനേഷൻ റിയാക്ഷൻ ഓർ സൺലൈറ്റിന്റെ പ്രസൻസിൽ നടക്കുന്ന റിയാക്ഷൻസ് എല്ലാം തന്നെ ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഈ റിയാക്ഷൻ നടക്കുന്നത് ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണ്. അപ്പൊ ഹാലജനേഷൻ റിയാക്ഷൻ മെക്കാനിസം ഏതാ? ഫ്രീ റാഡിക്കൽ മെക്കാനിസം. ഫ്രീ റാഡിക്കൽ മെക്കാനിസം എന്ന് പറയും. അപ്പൊ ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആകുമ്പോൾ ബോണ്ടിന്റെ ഫിഷൻ എങ്ങനെയാ നടക്കുന്നത്? ബോണ്ടിന്റെ ക്ലീവേജ് ഹോമോലിറ്റിക് ആണോ ഹെറ്ററോലിറ്റിക് ആണോ? Homolytic. ഹോമോലിറ്റിക് ആണ്. ഹോമോലിറ്റിക് ഫിഷൻ ആണ് ഇവിടെ ബോണ്ടിന് നടക്കുന്നത്. ഓക്കെ, ഇനി റിയാക്ഷൻ. അപ്പോ ഈ ഫ്രീ റാഡിക്കൽ മെക്കാനിസം ഫോളോ ചെയ്യുന്നു 3 സ്റ്റെപ്പായിട്ടായിരിക്കും റിയാക്ഷൻ നടക്കുന്നത്. ഒരു ചെയിൻ റിയാക്ഷൻ ആയിട്ടാണ് ഇത് ഫോളോ ചെയ്യുന്നത്. ചെയിൻ റിയാക്ഷൻ എന്ന് വെച്ചാൽ നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്യും, ദെൻ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ പോകും. ദെൻ നമ്മളത് ടെർമിനേറ്റ് ചെയ്താൽ മാത്രമേ ആ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു റിയാക്ഷൻ ആണ് ഈ റിയാക്ഷൻ, ഇതിന്റെ മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെയിൻ റിയാക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യണം. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, ഹാലജനേഷൻ റിയാക്ഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെയിൻ ഇനിഷ്യേഷൻ ആണ്. സ്റ്റെപ്പ് 1 ചെയിൻ ഇനിഷ്യേഷൻ. ചെയിൻ ഇനിഷ്യേഷനിൽ നമ്മളിവിടെ ആദ്യം എടുക്കുന്നത് ഹാലജൻ. ഈ ഹാലജൻ സപ്പോസ് ക്ലോറിൻ, സൺലൈറ്റിന്റെ പ്രസൻസിൽ ഇതിന് ഹോമോലിറ്റിക് ക്ലീവേജ് നടക്കും. ലൈറ്റ് ഓർ ഹീറ്റ് മതി കേട്ടോ. ഒന്നുകിൽ ലൈറ്റ് എടുക്കുക അല്ലെങ്കിൽ ഹീറ്റ്. ഹീറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡെൽറ്റ എന്ന് തന്നെ ഇതിൽ ഏതെങ്കിലും പ്രസൻസിൽ റിയാക്ഷൻ നടക്കും, എന്നിട്ട് ഹോമോലിറ്റിക് ക്ലീവേജ് നടക്കും. ഹോമോലിറ്റിക് ക്ലീവേജ് എന്ന് വെച്ചാൽ ഈ ക്ലോറിൻ മോളിക്യൂൾ ഈ ബോണ്ട് ഈക്വലി ബ്രേക്ക് ആവും, എന്നിട്ട് ഓരോ ക്ലോറിനും അതിന്റെ തന്നെ ഇലക്ട്രോൺസ് കിട്ടും. സോ 2 ക്ലോറിൻ ഫ്രീ റാഡിക്കൽ കിട്ടും. ദെൻ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ചെയിൻ ഇനിഷ്യേഷൻ എന്ന് പറയുന്നത് ഇതാണ്. റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? ചെയിൻ പ്രൊപ്പഗേഷൻ ആണ്. അപ്പൊ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ചെയിൻ പ്രൊപ്പഗേഷൻ ആണ്.
പ്രൊപ്പഗേഷൻ നമ്മളിവിടെ റിയാക്ടന്റ് മോളിക്യൂൾ ആയിട്ട് ഞാൻ പറഞ്ഞ റിയാക്ഷനിൽ എടുത്തത് മീത്തേൻ മോളിക്യൂൾ ആയിട്ട് CH4. അപ്പൊ മീത്തേൻ മോളിക്യൂൾ എടുക്കാം. ക്ലോറിനുമായിട്ടാണ് റിയാക്ഷൻ നടത്തേണ്ടത്. അപ്പൊ ക്ലോറിൻ ആദ്യം തന്നെ ഹോമോലിറ്റിക് ക്ലീവേജ് നടന്നിട്ട് ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ആയിട്ട് മാറും. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പില് ഈ CH4ന്റെ കൂടെ ആ ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ആണ് റിയാക്ഷൻ നടത്തുന്നത്. Cl ഡോട്ടുമായിട്ട് റിയാക്ഷൻ നടത്തും. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ CH4 എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് CH ഇതിന്റെ കൂടെ ഒരു ക്ലോറിൻ ഫ്രീ റാഡിക്കൽ റിയാക്ഷൻ നടത്തുമ്പോൾ ഈ CH4ന്റെ ഒരു കാർബൺ ഹൈഡ്രജൻ ബോണ്ടിൽ കാർബൺ ഹൈഡ്രജൻ തമ്മിൽ ഇലക്ട്രോനെഗറ്റിവിറ്റിക്ക് വലിയ വ്യത്യാസമില്ല. സോ ഇവിടെ ഹോമോലിറ്റിക് ക്ലീവേജ് നടക്കും. ദെൻ അവിടെ ഒരു ഹൈഡ്രജൻ ഫ്രീ റാഡിക്കലും CH3 ഫ്രീ റാഡിക്കലും ഫോം ചെയ്യും. CH3 ഡോട്ടും H ഡോട്ടും. ഈ ഹൈഡ്രജൻ ഫ്രീ റാഡിക്കൽ ഈ ക്ലോറിൻ ഫ്രീ റാഡിക്കലുമായിട്ട് കമ്പൈൻ ചെയ്ത് HCl ആയിട്ട് എലിമിനേറ്റ് ആണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്താ, ഈ ക്ലോറിൻ വന്നിട്ട് CH3 ആയിട്ട് കമ്പൈൻ ചെയ്ത് CH3Cl ആവുമെന്നായിരിക്കും നമ്മൾ വിചാരിക്കുക. പക്ഷെ അങ്ങനെയല്ല. ആദ്യത്തെ സ്റ്റെപ്പിൽ നടക്കുന്നത് CH3 ഡോട്ടും H ഡോട്ടും ഫോം ചെയ്യും. H ഡോട്ടുമായിട്ടാണ് ഈ ക്ലോറിൻ കമ്പൈൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താവും, CH3 ഡോട്ടും പ്ലസ് HCl ഉണ്ടാവും. ഇത് ചെയിൻ പ്രൊപ്പഗേഷന്റെ ഫസ്റ്റ് റിയാക്ഷൻ. രണ്ടാമത് എന്താ ചെയ്യാ, ഈ CH3 ഡോട്ട് ഇത് വേറൊരു ക്ലോറിൻ മോളിക്യൂളുമായിട്ട് റിയാക്ഷൻ നടത്തും. ഈ ക്ലോറിൻ മോളിക്യൂളിനും നേരത്തെ പോലെ ഹോമോലിറ്റിക് ക്ലീവേജ് നടന്ന Cl ഡോട്ട് ആയിട്ട് അതിൽ ഒരു ക്ലോറിൻ ഡോട്ടും ഈ CH3 ഡോട്ടും കൂടെ ചേർന്ന് CH3Cl പ്ലസ് അടുത്ത ക്ലോറിൻ ഡോട്ട് ഫ്രീ ആവും. ദെൻ അതുപോലെ ഈ റിയാക്ഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തോണ്ടേ. അടുത്ത റിയാക്ഷൻ എന്താ, ഈ Cl ഡോട്ട് ഈ CH3Clമായിട്ട് റിയാക്ഷൻ നടത്തും. ഒരു H ഡോട്ടിനെ ഫ്രീ ആക്കും, ആ HCl ആവും. അപ്പൊ CH2 ഡോട്ടും Cl ആവും. ദെൻ ആ CH2 ഡോട്ടിന്റെ കൂടെ ഒരു ക്ലോറിൻ കൂടെ അഡിഷൻ ആവും. അങ്ങനെയായിരിക്കും റിയാക്ഷൻ നടന്ന് പോവുക. അപ്പൊ ഇങ്ങനെ റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്തോണ്ടേ. അപ്പൊ നമ്മുടെ റിക്വയർഡ് പ്രോഡക്റ്റ് കിട്ടുന്ന സമയത്ത് ഈ റിയാക്ഷൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്യാൻ മീൻസ് നമ്മൾ റിയാക്ഷൻ ടെർമിനേറ്റ് ചെയ്യാന്ന് പറയും. ഇപ്പൊ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെയിൻ ടെർമിനേഷൻ ആണ്. സ്റ്റെപ്പ് 3 ചെയിൻ ടെർമിനേഷൻ ആണ്. ചെയിൻ ടെർമിനേഷനിൽ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ ചെയിൻ ടെർമിനേറ്റ് ചെയ്യാൻ എന്തൊക്കെയാ ചെയ്യുന്നത് നോക്കിക്കേ. ആദ്യം ചെയ്യേണ്ടത്, ഇപ്പൊ നമ്മൾ ക്ലോറിൻ റാഡിക്കൽ ആദ്യം ഉണ്ടാക്കിയില്ലേ, 2 ക്ലോറിൻ റാഡിക്കൽ ഇട്ട് കമ്പൈൻ ചെയ്യും. അപ്പൊ Cl2 ആയി. റാഡിക്കൽ ആയിട്ട് ഉണ്ടായിരുന്നാൽ മാത്രമേ അത് റിയാക്ഷൻ നടക്കൂ. റാഡിക്കൽ ഇല്ലെങ്കിൽ അവിടെ റിയാക്ഷൻ നടക്കും. അപ്പൊ ഈ റാഡിക്കലിനെ കമ്പൈൻ ചെയ്ത് നമ്മുടെ ക്ലോറിൻ മോളിക്യൂൾ ആയി. സോ ക്ലോറിന്റെ റിയാക്ഷൻ സ്റ്റോപ്പ് ആയി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മീഥൈൽ റാഡിക്കൽ ഉണ്ടായിരുന്നു. മീഥൈൽ റാഡിക്കൽ 2 എണ്ണത്തിന് നമ്മൾ കമ്പൈൻ ചെയ്യിച്ചു. അപ്പോ അവിടെ ഒരു CH3 ഈഥൈൽ മോളിക്യൂൾ ഉണ്ടായി. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പില് ഒരു CH3 ഡോട്ടും ഒരു Cl ഡോട്ടും കൂടെ കമ്പൈൻ ചെയ്യിച്ചു. CH3Cl ആക്കി മാറ്റി. ഇതാണ് ചെയിൻ ടെർമിനേഷൻ. നോക്കിക്കേ, നമ്മൾ ഇവിടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആയിട്ട് എടുത്തത് മീത്തേനും ക്ലോറിൻ ഗ്യാസും ആയിട്ടായിരുന്നു. പക്ഷെ ആഫ്റ്റർ ടെർമിനേഷൻ നമുക്ക് എന്തൊക്കെ കിട്ടി, ആ ക്ലോറിൻ മോളിക്യൂള് കിട്ടി, ഒരു ഈത്തൈൻ മോളിക്യൂള് കിട്ടി, ഒരു മീഥൈൽ ക്ലോറൈഡ് കിട്ടി. അപ്പൊ നിങ്ങൾക്ക് ഒരു കുറെ റിയാക്ഷൻസ് തന്നിട്ട് ഇതിൽ നിന്ന് ഏതിൽ നിന്ന് നമുക്ക് ഈത്തൈൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ നോക്കിക്കേ, സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ മീത്തൈൻ ആയിരുന്നു. നമ്മളിവിടെ CH4 ആയിരുന്നു. CH4 പ്ലസ് Cl2. മീത്തൈനിൽ നിന്ന് ഈത്തൈൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഹാലജനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതിൽ ആ ഫ്രീ റാഡിക്കൽ മെക്കാനിസത്തിന്റെ ചെയിൻ ടെർമിനേഷനിൽ നമുക്ക് ഈത്തൈൻ മോളിക്യൂൾ ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. മീത്തൈനിൽ നിന്ന് ഈത്തൈൻ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്തിയാൽ മതി. അതിൽ ചെയിൻ ടെർമിനേഷനിൽ നമുക്ക് ഈത്തൈൻ മോളിക്യൂളും കൂടെ ഫോം ചെയ്യുന്നുണ്ട്.
ക്ലിയർ ആണോ? Clear. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളാം. ടീച്ചർ, നോട്ട് ചെയ്ത് വെക്കാം. ആനഖ, ക്ലോറിനേഷൻ റിയാക്ഷൻ പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞില്ലേ ഹൈഡ്രജൻ കംപ്ലീറ്റ് ആകുമ്പോ ആ റിയാക്ഷൻ താനേ സ്റ്റോപ്പ് ആവും. നമുക്കിപ്പോ അതിനിടയിലുള്ള ഏതെങ്കിലും സ്റ്റെപ്പിൽ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമുക്കിപ്പോ കാർബൺ ടെട്രാ ക്ലോറൈഡിന് പകരം ക്ലോറോഫോം വേണമെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണ്ടേ? അപ്പൊ ആ സ്റ്റെപ്പിൽ വെച്ചിട്ട് നമുക്ക് ടെർമിനേറ്റ് ചെയ്യണം. ദെൻ അതുപോലെ മീത്തൈൽ ക്ലോറൈഡ് ആണ് വേണ്ടതെങ്കിൽ ആ സ്റ്റെപ്പിൽ വെച്ചിട്ട് അത് സ്റ്റോപ്പ് ചെയ്യണം. മനസ്സിലായോ? മനസ്സിലായി. സ്റ്റോപ്പ് ചെയ്തില്ല എങ്കിൽ കംപ്ലീറ്റ് റിയേജന്റും തീരുന്നത് വരെ റിയാക്ഷൻ നടക്കും. അതാണ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓ, അപ്പൊ ഇതാണ് ഫസ്റ്റ് കെമിക്കൽ പ്രോപ്പർട്ടി, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അതില് ഏതാ ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ ഹാലജനേഷൻ ആണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ റിയാക്ഷൻ കമ്പഷൻ റിയാക്ഷൻ ആണ്. അപ്പൊ കമ്പഷൻ എന്ന് വെച്ചാൽ എന്തുമായിട്ടാ റിയാക്ഷൻ നടക്കുന്നത്? കമ്പഷന് ഹെൽപ്പ് ചെയ്യുന്നത് ആരാ? ഓക്സിജൻ. അപ്പൊ അവർക്ക് കമ്പഷൻ എന്ന് വെച്ചാൽ അവിടെ റിയാക്ഷൻ നടക്കുന്നത് ഓക്സിജനുമായിട്ടാണ്. കമ്പഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കുറെ തവണ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കമ്പഷൻ എന്ന് പറഞ്ഞാലും റിയാക്ഷൻ വിത്ത് എയർ എന്ന് പറഞ്ഞാലും ബേണിംഗ് എന്ന് പറഞ്ഞാലും അവിടെ എല്ലാം നമ്മൾ റിയാക്ഷൻ എടുക്കേണ്ടത് റിയാക്ഷൻ വിത്ത് ഓക്സിജൻ ആണ്. അപ്പൊ ഇവിടെ ഹൈഡ്രോ കാർബൺ ആണ്. സിംപ്ലി നമുക്ക് മീത്തേൻ തന്നെ എടുക്കാം. ഒരു മീത്തേൻ എടുത്തിട്ട് ഓക്സിജനുമായിട്ട് റിയാക്ഷൻ നടക്കും. നിങ്ങൾ ഓർക്കുക, നമ്മൾ എടുക്കുന്ന ഒരു കോമ്പൗണ്ടിന് കമ്പഷനോ ബേണിങ്ങോ അല്ലെങ്കിൽ റിയാക്ഷൻ വിത്ത് ഓക്സിജനോ എയറോ ഒക്കെയാണ് നടത്തുന്നതെങ്കിൽ അതിനകത്തുള്ള കംപ്ലീറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ആവും. കംപ്ലീറ്റ് ഹൈഡ്രജൻ വാട്ടർ ആയിട്ട് കൺവേർട്ട് ആവും. അപ്പൊ ഇത് മാത്രം ഓർത്തിരുന്നാ കമ്പഷൻ റിയാക്ഷനിൽ കംപ്ലീറ്റ് കാർബണും കാർബൺ ഡൈ ഓക്സൈഡ് ആവും, കംപ്ലീറ്റ് ഹൈഡ്രജനും വാട്ടർ ആവും. CH4 plus O2 എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് എന്താ? ബാലൻസ് ഇക്വേഷൻ പറയാം. CO2 plus 2H2. CO2 plus 2H2O. നോക്കിയേ, കംപ്ലീറ്റ് കാർബൺ, ഒരു കാർബണേ ഉള്ളൂ, അത് കാർബൺ ഡൈ ഓക്സൈഡ്. 4 ഹൈഡ്രജൻ, അത് 2 വാട്ടർ. ദെൻ നമുക്ക് ഓക്സിജനെ ബാലൻസ് ചെയ്യണം. അപ്പൊ ഓക്സിജൻ നോക്കുമ്പോൾ ഇവിടെ 2 plus 2 4 ഓക്സിജൻ ഉണ്ട്. സോ ഇവിടെ 2 ഇതാണ് ബാലൻസ് ഇക്വേഷൻ. അപ്പൊ ആൽക്കെയ്ൻസിന്റെ കമ്പഷൻ റിയാക്ഷന്റെ ജനറൽ ബാലൻസ് ഇക്വേഷൻ ഒന്ന് എഴുതി വെച്ചേ. ആൽക്കെയ്ൻ എന്ന് വെച്ചാൽ ഇതാ CnH2n+2. ഈ ഒരു ആൽക്കെയ്ൻ കംപ്ലീറ്റ് ബേണിംഗ് അല്ലെങ്കിൽ കംപ്ലീറ്റ് കമ്പഷൻ നടക്കണമെങ്കിൽ 3n+1/2 ഓക്സിജനുമായിട്ട് റിയാക്ഷൻ നടത്തണം. ഓക്സിജൻ ഈ നമ്പർ ആണ് വരേണ്ടത്. നിങ്ങളൊന്ന് എഴുതി നോക്കിയാൽ പ്ലസ് എന്തൊക്കെയാ പ്രോഡക്റ്റ്? n മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡും, ഇവിടെ എത്ര കാർബൺ ഉണ്ടോ അത്രയും കാർബൺ ഡൈ ഓക്സൈഡ്, n മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡും പ്ലസ് n+1 മോളിക്യൂൾ വാട്ടർ ഫോം ചെയ്യും. ഇതാണ് ബാലൻസ് ഇക്വേഷൻ. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തോ. ഇപ്പൊ 2 കാർബൺ ഉള്ള ഒരു മോളിക്യൂൾ ആണ്. ഇവിടെ എന്ത് വരും? C2H6 എന്നാണ് വരും. എങ്കിൽ ഇവിടെ കംപ്ലീറ്റ് കമ്പഷൻ നടത്താൻ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ എത്രയാ? n ന്റെ വാല്യൂ 2 ആണ്. അപ്പൊ 3 × 2 6 + 1 7 7/2 O2 gives പ്രോഡക്റ്റ് എന്താ? 2 മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡും 3 മോളിക്യൂൾ വാട്ടർ. നോക്കിക്കേ, ഓക്സിജൻ എത്രയാ നോക്കിക്കേ, ഇവിടെ 4 ഇവിടെ 3 7 ഓക്സിജൻ ആണ് വേണ്ടത്. അപ്പൊ 7/2 O2 എന്ന് വെച്ചാൽ 7 ഓക്സിജൻ. That means 3.5 oxygen molecule. Clear ആണോ? Clear ആണ് മിസ്. ഓക്കെ, അപ്പൊ ഇവിടെ കമ്പഷൻ നമ്മൾ ഇവിടെ എന്താ ഹീറ്റിന്റെ റിലീസിംഗ് ആണോ ഗെയിനിങ് ആണോ ഉണ്ടാവുക? റിലീസിംഗ് ആണ്. ഹീറ്റിന്റെ റിലീസിംഗ് ലിബറേഷൻ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഈ ഹൈഡ്രോ കാർബൺസ് നോർമലി ആൽക്കെയ്ൻസ് ഫ്യൂവൽസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോ കമ്പഷനിൽ ഹീറ്റിന്റെ ലിബറേഷൻ ഉണ്ടാവുന്നത് കൊണ്ട് ആൽക്കെയ്ൻസ് ഫ്യൂവൽസ് ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്.
അപ്പൊ മീത്തേനിന്റെ എൻതാൽപി ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു റിയാക്ഷൻ എൻതാൽപി ചേഞ്ച് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് -890 കിലോ ജൂൾ പെർ മോൾ ആണ്. അപ്പൊ നമുക്ക് എത്ര വലിയ ടെമ്പറേച്ചർ? സോ മീത്തേനൊക്കെ അത് ഫ്യൂവൽസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് കമ്പഷൻ എന്ന് വെച്ചാൽ റിയാക്ഷൻ വിത്ത് ഓക്സിജൻ ആണ്. അപ്പൊ ജനറലി നമുക്ക് പറയാം ഇതൊരു ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. ഒരു ഹൈഡ്രോ കാർബൺ എടുത്തിട്ട് നമ്മളിവിടെ കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടത്തിയാൽ നമുക്ക് എന്താ പ്രോഡക്റ്റ് കിട്ടുക? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. വേറൊരു ടൈപ്പ് ഓക്സിഡേഷൻ കൂടെ, നമുക്കൊരു ഹൈഡ്രോ കാർബൺ എടുത്തിട്ട് നമുക്ക് കൺട്രോൾഡ് ഓക്സിഡേഷൻ നടത്തിയാൽ, ദാറ്റ് മീൻസ് ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ ആണ് അവിടെ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് പല പ്രോഡക്റ്റ് ആയിട്ട് ഇതിനെ മാറ്റാൻ പറ്റും. കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ മാത്രമല്ല, നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള പല പ്രോഡക്റ്റും മാറ്റാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഓരോ പ്രോഡക്റ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു റിയേജന്റ് യൂസ് ചെയ്യണം. അപ്പൊ അതിനെയാണ് നമ്മൾ കൺട്രോൾഡ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഒരു ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയറില് ഹൈ പ്രഷറിൽ ഇൻ ദ പ്രസൻസ് ഓഫ് സ്യൂട്ടബിൾ കാറ്റലിസ്റ്റ് നമ്മുടെ റിക്വയർഡ് പ്രോഡക്റ്റ് അവിടെ ഫോം ചെയ്യാം. അപ്പൊ കൺട്രോൾഡ് ഓക്സിഡേഷനിൽ എന്തൊക്കെയാ ഫോം ചെയ്യുന്നതെന്ന് കൂടെ നമുക്ക് നോക്കാം. ആ ഒരു റിയാക്ഷൻ ഇത് കംപ്ലീറ്റ് ഓക്സിഡേഷൻ ആണ്, അതാണ് കമ്പഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ഏതാ പറയുന്നത്? കൺട്രോൾഡ് ഓക്സിഡേഷൻ ആണ്. കൺട്രോൾഡ് ഓക്സിഡേഷനിൽ എയറിന്റെ ലിമിറ്റഡ് സപ്ലൈ മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് മീത്തൈനിന്റെ റിയാക്ഷൻ തന്നെ നോക്കാം. മീത്തൈൻ എടുത്തു, ഓക്സിജനുമായിട്ട് റിയാക്ഷൻ നടത്താം. ഇപ്പൊ ഇവിടെ ലിമിറ്റഡ് സപ്ലൈ കൊടുക്കുന്നു. അപ്പൊ ഞാൻ ഇവിടെ റിയാക്ഷൻ നടക്കുന്നത് കോപ്പർ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലാണെന്ന് വിചാരിക്കും. കോപ്പർ കാറ്റലിസ്റ്റ്. അപ്പൊ ആൽക്കൈനിന്റെ ഓക്സിജനുമായിട്ട് റിയാക്ഷൻ നടത്താണ് ഇൻ ദ പ്രസൻസ് ഓഫ് കോപ്പർ കാറ്റലിസ്റ്റ് അറ്റ് 523 Kelvin temperature and 100 atm pressure. 523 Kelvin temperature 100 atm pressure. ഇതാണ് കണ്ടീഷൻസ്. ആൽക്കൈൻ എടുത്തു, കോപ്പർ കാറ്റലിസ്റ്റ് വെച്ചു, 523 Kelvin temperature 100 atm pressure. ഈ ഒരു കണ്ടീഷനിലാണ് നമ്മൾ കൺട്രോൾഡ് ഓക്സിഡേഷൻ നടക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും അല്ല കിട്ടുന്നത്, പകരം ആൽക്കഹോൾ ആയിരിക്കും. ഇതാണ് കൺട്രോൾഡ് ഓക്സിഡേഷന്റെ പ്രത്യേകത. നമുക്ക് ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ആൽക്കെയിനിനെ കൺട്രോൾഡ് ഓക്സിഡേഷൻ നടത്തിയാൽ മതി ഇൻ ദ പ്രസൻസ് ഓഫ് കോപ്പർ കാറ്റലിസ്റ്റ് അറ്റ് 523 Kelvin temperature and 100 atm pressure. ഇവിടെ CH3OH. ആൽക്കഹോളിന്റെ പ്രിപ്പറേഷന് നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇനി രണ്ടാമത്തത്, നമ്മൾ സെയിം റിയേജന്റ് തന്നെ നമുക്ക് കിട്ടേണ്ടത് ആൽഡിഹൈഡ് ആണെങ്കിൽ, സപ്പോസ് നമ്മുടെ റിക്വയർഡ് പ്രോഡക്റ്റ് ആൽഡിഹൈഡ് ആണെന്ന് വിചാരിക്കും, എങ്കിൽ നമ്മൾ റിയാക്ഷൻ നടത്തേണ്ടത് മോളിബ്ഡിനം ഓക്സൈഡ് കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലായിരിക്കണം. റിയേജന്റ് സെയിം പ്ലസ് O2. റിയാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന കാറ്റലിസ്റ്റ് മോളിബ്ഡിനം ഓക്സൈഡ് ആണെങ്കിൽ ജസ്റ്റ് ഹീറ്റ് ചെയ്യും, നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആൽഡിഹൈഡ് ആയിരിക്കും. സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഒരു കാർബണേ ഉള്ളൂ, സോ പ്രോഡക്റ്റിലും ഒരു കാർബൺ ആയിരിക്കും ഉണ്ടാവും, HCHO. ഈ ആൽഡിഹൈഡിന്റെ പേരെന്താ? മെത്തനാൾ. ഓക്കെ, ഒരു കാർബണേ ഉള്ളൂ, മെത്തനാൾ ആണ്, ഓർഫോമാൽഡിഹൈഡ് എന്ന് പറയും. അപ്പൊ ആൽഡിഹൈഡിന്റെ പ്രിപ്പറേഷൻ വേണമെങ്കിൽ നമ്മൾ കാറ്റലിസ്റ്റ് എടുക്കേണ്ടത് ഏതാ? മോളിബ്ഡിനം ഓക്സൈഡ് ആണ്. ഇനി നമ്മുടെ റിക്വയർഡ് പ്രോഡക്റ്റ് കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ സെയിം റിയേജന്റ് തന്നെ, സെയിം സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ തന്നെ, പക്ഷെ നമുക്ക് കാർബോക്സിലിക് ആസിഡ് ആണ് വേണ്ടത്. ഇവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് എടുക്കേണ്ടത് മാംഗനീസ് അസറ്റേറ്റ് ആണ് എടുക്കേണ്ടത്. മാംഗനീസ് അസറ്റേറ്റിന്റെ പ്രസൻസിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഹീറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കിട്ടുന്നത് കാർബോക്സിലിക് ആസിഡ് ആയിരിക്കും. നമ്മളിവിടെ എടുക്കുന്ന കാർബൺ അനുസരിച്ച് ഈ പ്രോഡക്റ്റ് മാറും. പ്രോഡക്റ്റിന്റെ നമ്പർ ഓഫ് കാർബൺ ആറ്റം മാറാം, കിട്ടുന്ന പ്രോഡക്റ്റ് എല്ലാം സെയിം തന്നെ. അപ്പോ നമ്മൾ എടുക്കുന്ന സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എല്ലാം ഇവിടെ സെയിം ആണ്, ഒരു ആൽക്കൈനും ഒരു ഓക്സിജനും.
എടുക്കുന്ന കാറ്റലിസ്റ്റ് കോപ്പർ കാറ്റലിസ്റ്റ് അറ്റ് 523 to 523 കെൽവിൻ ടെമ്പറേച്ചറും 100 atm പ്രഷറും ആണെങ്കിൽ അവിടെ ആൽക്കഹോൾ. ദെൻ എടുക്കുന്ന കാറ്റലിസ്റ്റ് മോളിബ്ഡിനം ഓക്സൈഡ് ആണെങ്കിൽ അവിടെ ആൽഡിഹൈഡ്. മാംഗനീസ് അസറ്റേറ്റ് ആണെങ്കിൽ അവിടെ കാർബോക്സിലിക് ആസിഡ്. ഇതാണ് കൺട്രോൾഡ് ഓക്സിഡേഷൻ. അപ്പൊ കൺട്രോൾഡ് ഓക്സിഡേഷൻ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മുടെ റിക്വയർഡ് പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഓക്സിജന്റെ ലിമിറ്റഡ് സപ്ലൈ കൊടുക്കുക, ദെൻ ഒരു സ്യൂട്ടബിൾ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുക അണ്ടർ ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. അപ്പൊ അവിടെ നമ്മുടെ റിക്വയർഡ് പ്രോഡക്റ്റ് ആയിട്ട് ആ ഹൈഡ്രോ കാർബൺ ചേഞ്ച് ആവും. ഇതാണ് കൺട്രോൾഡ് ഓക്സിഡേഷൻ. ക്ലിയർ? ഈ കൺട്രോൾഡ് ഓക്സിഡേഷൻ നമ്മളിപ്പോ ഒരു ടെറിഷറി ഹൈഡ്രോ കാർബൺ എടുത്തു വിചാരിക്കും. അതിനെ പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ പ്രസൻസിൽ റിയാക്ഷൻ നടത്തിയാൽ എടുക്കുന്നത് ടെറിഷറി ഹൈഡ്രോ കാർബൺ ആണ്. റിയാക്ഷൻ വിത്ത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് റിയാക്ഷൻ നടത്തിയാൽ എന്താ സംഭവിക്കുക? ഇവിടെയുള്ള ഈ ഹൈഡ്രജൻ ടെറിഷറിയിൽ ഫ്രീ ആയിട്ടുള്ള ഒരേ ഒരു ഹൈഡ്രജൻ ഉണ്ട്. ആ ഹൈഡ്രജൻ ആൽക്കഹോൾ ആയിട്ട് കൺവേർട്ട് ആവും. ഈ റിയാക്ഷൻ കൂടെ നോട്ട് ചെയ്തേ. ടെറിഷറി ഹൈഡ്രോ കാർബൺ reacted with potassium permanganate to form tertiary alcohol. ആ ഫ്രീ ആയിട്ടുള്ള ഒരു ഹൈഡ്രജൻ അത് OH ആയിട്ട് മാറും. ഇത് വേറെ റിയാക്ഷൻ ആണ്. ഓക്സിഡേഷൻ തന്നെയാണ്, അഡിഷൻ ഓഫ് ഓക്സിജൻ ആയതുകൊണ്ട് അതും ഓക്സിഡേഷൻ റിയാക്ഷൻ തന്നെയാണ്. അപ്പൊ ഇവിടെ ടെറിഷറി ആയതുകൊണ്ട് തന്നെ ഓക്സിഡേഷൻ വേഗത്തിൽ നടക്കും. ഓക്കെ, അപ്പൊ 3 റിയാക്ഷൻസ് ആയി: സബ്സ്റ്റിറ്റ്യൂഷൻ, കമ്പഷൻ ആൻഡ് കൺട്രോൾഡ് ഓക്സിഡേഷൻ. ഇനി 4ാമത്തെ റിയാക്ഷൻ ആണ് ഐസോമറൈസേഷൻ. ഐസോമേഴ്സ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐസോമേഴ്സ്. എന്താണ് ഐസോമേഴ്സ്? molecular formula difference. ഓക്കെ, സെയിം മോളിക്കുലർ ഫോമിലെയും ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ഉള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഐസോമറൈസേഷനിൽ നമ്മളൊരു ലോങ് ചെയിൻ ഹൈഡ്രോ കാർബൺ എടുക്കുകയാണെങ്കിൽ then after reaction അത് അതിന്റെ ഐസോമേഴ്സ് ആയിട്ട് കൺവേർട്ട് ആവും. അതാണ് ഐസോമേഴ്സ്. സ്ട്രൈറ്റ് ചെയിൻ എടുക്കുകയാണെങ്കിൽ അത് ബ്രാഞ്ചഡ് ആവും, അത്രേ ഉള്ളൂ. അത് നമുക്ക് ഏത് ബ്രാഞ്ച് വേണമെങ്കിലും വരാം. ഐസോമറൈസേഷൻ ആണെന്ന് അറിയണമെങ്കിൽ ഇവിടുത്തെ റിയേജന്റ് ഉണ്ട്. ഒരു N കാർബൺ ആയിട്ടുള്ള ഒരു ആൽക്കീൻ, ഫോർ എക്സാമ്പിൾ CH3 CH2 4 times CH3. ഇത് ഏതാ ചെയ്യുന്നതെന്നൊന്ന് പറഞ്ഞേ. ഏതാ ചെയ്യും? ഹെക്സെയിൻ. ഓക്കെ, ഹെക്സെയിൻ ആണ്. CH3 ഇവിടെ CH2 4 times മീൻസ് അതിനിടയിൽ 4 CH2 ഗ്രൂപ്പ്സ് ഉണ്ട്. then ഹൈഡ്രോകാർബൺ. then ഇവിടെ റിയാക്ഷൻ നടത്തേണ്ടത് ആൻഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡിന്റെയും HCl ഗ്യാസിന്റെയും പ്രസൻസിലാണ്. റിയാക്ഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് ആൻഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് ആൻഡ് HCl ഗ്യാസ്. ഈ റിയേജന്റ് ഓർക്കാം. അപ്പൊ ഇതിന്റെ പ്രസൻസിൽ നമ്മൾ റിയാക്ഷൻ നടത്തുമ്പോൾ ഈ സ്ട്രേറ്റ് ചെയിന് ഐസോമറിസം നടത്തും, ഐസോമറൈസേഷൻ നടത്തിട്ട് ബ്രാഞ്ചഡ് ആയിട്ട് മാറും. ഒന്നുകിൽ ഇങ്ങനെയാണ് CH3 CH CH3 CH2 2 times CH3 ആവും. അല്ലെങ്കിൽ CH3 CH2 CH CH3 CH2 CH3. ഇങ്ങനെ ഏത് വേണമെങ്കിലും എത്രയൊക്കെ ഐസോമേഴ്സ് പോസിബിൾ ആയിട്ടുണ്ടോ അതുപോലെ എല്ലാം ഐസോമേഴ്സ് ഫോം ചെയ്യാം. ഒരു നോർമൽ ഹൈഡ്രോ കാർബൺ എടുത്തിട്ട് ആൽക്കൈൻ ചെയിൻ എടുത്തിട്ട് ആൻഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡിന്റെയും HCl ഗ്യാസിന്റെയും പ്രസൻസിൽ റിയാക്ഷൻ നടത്തിയാൽ അതിന് ഐസോമറൈസേഷൻ നടന്ന് ആ ചെയിൻ എല്ലാം ബ്രാഞ്ചസ് ആയിട്ട് മാറും, ബ്രാഞ്ച്ഡ് ഹൈഡ്രോ കാർബൺ ആയിട്ട് മാറും. ഇതാണ് ഐസോമറൈസേഷൻ. നെക്സ്റ്റ് ആരോമാറ്റൈസേഷൻ. ആരോമാറ്റൈസേഷൻ എന്ന് വെച്ചാൽ എന്താ? ഇതുപോലെ ഒരു സ്ട്രേറ്റ് ചെയിൻ ഹൈഡ്രോ കാർബൺ ആഫ്റ്റർ റിയാക്ഷൻ ഒരു ആരോമാറ്റിക് കോമ്പൗണ്ട് ആയിട്ട് മാറും. നിങ്ങൾക്ക് ആകെ ഒരേ ഒരു ആരോമാറ്റൈസേഷനെ പഠിക്കാനുള്ളൂ, ഒരു സ്ട്രേറ്റ് ചെയിൻ ബെൻസീൻ ആയിട്ട് മാറും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏത് സ്ട്രേറ്റ് ചെയിൻ ആരോമാറ്റൈസേഷൻ നടന്നാലായിരിക്കും ബെൻസീൻ ആവുക?
സ്ട്രേറ്റ് ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടാവും? 6. 6 കാർബൺ ആറ്റം. ദാറ്റ് മീൻസ് N ഹെക്സൈൻ ആയിരിക്കണം ഈ ആരോമൈറ്റൈസേഷൻ നടക്കേണ്ടത്. അപ്പൊ ആരോമൈറ്റൈസേഷൻ വെറുതെ ഒരു സ്ട്രേറ്റ് ചെയിൻ എടുത്ത് വെച്ചാൽ നടക്കത്തില്ല. അവിടെയും കണ്ടീഷൻസ് വേണം. കുറച്ച് റിയേജൻസ്. അപ്പൊ ഈ സെയിം ഹൈഡ്രോ കാർബൺ തന്നെയാണ് എടുക്കുന്നത്. 6 കാർബൺ ആരോമൈറ്റൈസേഷന് N ഹെക്സൈൻ തന്നെ എടുക്കാം. അപ്പൊ അത് ആരോമൈറ്റൈസേഷൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ എഴുതാം. CH3 ഒരു നോർമൽ ആൽക്കേൻ. ഇവിടെ റിയാക്ഷൻ നടത്തുക. ക്രോമിയം ഓക്സൈഡ്, ഒന്നുകിൽ ക്രോമിയം ഓക്സൈഡ് എടുക്കുക കാറ്റലിസ്റ്റ്, അല്ലെങ്കിൽ വനേഡിയം പെന്റോക്സൈഡ് എടുക്കുക. അതും അല്ലെങ്കിൽ മോളിബ്ഡിനത്തിന്റെയോ അല്ലെങ്കിൽ ക്രോമിയം പറ അതിന്റെ എല്ലാം ഓക്സൈഡ്, ക്രോമിയം, വനേഡിയം, മോളിബ്ഡിനം, ഇതിന്റെ ഏതിന്റെയെങ്കിലും ഓക്സിജൻ. ദെൻ അതിനൊരു സപ്പോർട്ടർ ആയിട്ട് അലുമിന എടുക്കുക. അപ്പൊ ക്രോമിയത്തിന്റെയോ മോളിബ്ഡിനത്തിന്റെയോ വനേഡിയത്തിന്റെയോ ഓക്സൈഡും അതിന് സപ്പോർട്ടർ ആയിട്ട് അലുമിനയും. ദെൻ 773 കെൽവിൻ ടെമ്പറേച്ചറിലും 10 to 20 atm പ്രഷറിലുമാണ് റിയാക്ഷൻ നടത്തേണ്ടത്. കാറ്റലിസ്റ്റ് ഓക്സൈഡ്സ് ഓഫ് ക്രോമിയം, വനേഡിയം ഓർ മോളിബ്ഡിനം, ഈ ഏതെങ്കിലും ഓക്സൈഡ്. സപ്പോർട്ടർ ആയിട്ട് അലുമിന. Then 10 to 20 atm pressure, 770 Kelvin temperature, 773 approximately. ഇത്രയാണ് കണ്ടീഷൻ. റിയാക്ഷൻ എന്താ? എല്ലായിടത്തും ഓരോ ഹൈഡ്രജൻ വീതം എലിമിനേറ്റ്. Then ഇത് കമ്പൈൻ ചെയ്യും ഓൾട്ടർനേറ്റ് പൊസിഷനിൽ സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട്. ഇതാണ് പ്രോഡക്റ്റ്. അപ്പം എല്ലായിടത്തും ഓരോ ആദ്യം ഇത് കമ്പൈൻ ചെയ്യും, ദെൻ എല്ലാ പൊസിഷനിലും ഓരോ ഹൈഡ്രജൻ കിട്ടുന്ന പ്രോഡക്റ്റ് ബെൻസീൻ റിംഗ് ആണ്. അപ്പൊ ബെൻസീനിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് ആരോമാറ്റൈസേഷൻ യൂസ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എടുത്ത എന്തൊക്കെയാ? ഒരു നോർമൽ ഹെക്സൈൻ ചെയിൻ എടുത്തു, 773 കെൽവിൻ ടെമ്പറേച്ചറിലും 10 to 20 atm പ്രഷറിലും വനേഡിയത്തിന്റെയോ മോളിബ്ഡിനത്തിന്റെയോ ക്രോമിയത്തിന്റെ ഓക്സൈഡുമായിട്ട് അലുമിന സപ്പോർട്ടർ ആയിട്ട് വെച്ചിട്ട് റിയാക്ഷൻ നടത്തുക. അപ്പൊ അവിടുത്തെ ഹൈഡ്രജൻ എല്ലാം എലിമിനേറ്റ് ആയി, അതിന് ആരോമാറ്റൈസേഷൻ നടന്ന് അതൊരു ബെൻസീൻ റിംഗ് ആയിട്ട് മാറും. ഇതാണ് ആരോമാറ്റൈസേഷൻ. ക്ലിയർ? ക്ലിയർ ടീച്ചർ. ഓക്കെ. നെക്സ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് റിയാക്ഷൻ വിത്ത് സ്റ്റീം ആണ്. 6ാമത്തെ റിയാക്ഷൻ വിത്ത് സ്റ്റീം. ഇനി ഒരു റിയാക്ഷൻ കൂടെ നമുക്ക് സ്റ്റീം കഴിഞ്ഞ ഒരു റിയാക്ഷൻ. റിയാക്ഷൻ വിത്ത് സ്റ്റീം. അപ്പൊ സ്റ്റീം എന്ന് വെച്ചാൽ എന്താ? വാട്ടർ വേപ്പറിനെയാണ് നമ്മൾ സ്റ്റീം എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റീം ആക്കി മാറ്റണമെങ്കിൽ വാട്ടറിനെ ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെയും നമ്മൾ ആൽക്കെയിൻ എടുക്കുക, വാട്ടർ വേപ്പേഴ്സ് ഓർ ഹൈ ടെമ്പറേച്ചറിൽ വാട്ടർ എടുക്കുക. അപ്പോ ആൽക്കെയിൻ CH4 plus H2O. ഹൈ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ എക്സ്ട്രീംലി ഹൈ ടെമ്പറേച്ചർ ആണ്. മോർ ദാൻ 1000 കെൽവിൻ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ജനറലി 1273 കെൽവിൻ ടെമ്പറേച്ചറിൽ വെച്ചിട്ടാണ് നമ്മൾ റിയാക്ഷൻ നടത്തേണ്ടത്. ഇവിടെ കാറ്റലിസ്റ്റ് ഉണ്ട്, നിക്കൽ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ. അപ്പോ മീഥേൻ റിയാക്ട്സ് വിത്ത് സ്റ്റീം അറ്റ് 1273 കെൽവിൻ ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ കാറ്റലിസ്റ്റ്. സ്റ്റീമുമായിട്ടാണ് ഇവിടെ റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് കാർബൺ മോണോക്സൈഡും ഡൈഹൈഡ്രജൻ ആയിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞേ, ഈ കാർബൺ മോണോക്സൈഡ് ഡൈഹൈഡ്രജൻ മിക്സർ നമ്മൾ എന്താ പറയാ? വാട്ടർ ഗ്യാസ്.
വാട്ടർ ഗ്യാസ് എന്നും സിൻ ഗ്യാസ് എന്നും സിന്തസിസ് ഗ്യാസ് എന്നൊക്കെ നമ്മൾ പറയാറ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നിങ്ങൾ ഹൈഡ്രജൻ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. ഡൈഹൈഡ്രജന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആണ് CO+3H2. അപ്പൊ ഈ ഒരു റിയാക്ഷൻ വെച്ച് നമുക്ക് ഡൈഹൈഡ്രജൻ പ്രിപ്പയർ ചെയ്യാം. ഡൈഹൈഡ്രജൻ ഗ്യാസിന്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് റിയാക്ഷൻ വിത്ത് സ്റ്റീം. ആൽക്കെയിൻ റിയാക്ഷൻ വിത്ത് സ്റ്റീം. ഇവിടെ ആൽക്കെയിൻ എടുക്കുക, സ്റ്റീമുമായിട്ട് നോർമലി മീഥെയിൻ ആണ് എടുക്കുന്നത്, സ്റ്റീമുമായിട്ട് റിയാക്ഷൻ നടത്തുക. At 1273 Kelvin temperature and 10 to അവിടെ പ്രഷറില്ല, നിക്കൽ കാറ്റലിസ്റ്റ്. ഇവിടെ റിയാക്ഷൻ നടത്തിയിട്ട് നമുക്ക് വാട്ടർ ഗ്യാസ് ആയിരിക്കും ഫോം ചെയ്യാം. മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഡൈഹൈഡ്രജൻ. ഓക്കെ, ഇനി ലാസ്റ്റ് കെമിക്കൽ പ്രോപ്പർട്ടിയാണ് പൈറോളിസിസ്. പൈറോളിസിസ് എന്ന് വെച്ചാൽ നമുക്ക് സിംപ്ലി തെർമൽ ക്രാക്കിംഗ് എന്ന് പറയാം. ക്രാക്കിംഗ് എന്ന് വെച്ചാൽ എന്താ? ക്രാക്കിംഗ് പൊട്ടിക്കുക അല്ലെ. തെർമൽ ക്രാക്കിംഗ് എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൊടുത്ത് പൊട്ടിക്കുക. അതായത് പൈറോളിസിസ് ഓർ തെർമൽ ക്രാക്കിംഗ് എന്ന് വെച്ചാൽ ഒരു വലിയ ഹൈഡ്രോ കാർബൺ, അതിൽ നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തിട്ട് ചെറിയ ചെറിയ കുഞ്ഞു ഹൈഡ്രോ കാർബൺസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുക. അതിനെയാണ് പൈറോളിസിസ് എന്ന് പറയുന്നത്. പൈറോളിസിസില് ഒരു ഹൈഡ്രോകാർബൺ C6H14 ഇതിനെ ഹീറ്റ് ചെയ്യാൻ പറ്റും at 773 Kelvin ടെമ്പറേച്ചർ. എന്തായിരിക്കും കിട്ടുക? അപ്പൊ ഇത് 6 കാർബൺ ഉള്ള ഹൈഡ്രോകാർബൺ. പൈറോളിസിസ് എന്ന് വെച്ചാൽ നമ്മുടെ റിക്വയർഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റം വെച്ചിട്ട് അതിനെ ബ്രേക്ക് ചെയ്യും. നമ്മൾ ഈ പെട്രോളിയം പ്രോഡക്റ്റിൽ നിന്നെല്ലാം പെട്രോളിയത്തിൽ നിന്ന് പല പെട്രോളിയം പ്രോഡക്ട്സും ഫോം ചെയ്യിക്കുന്നത് ഈ പൈറോളിസിസ് മെത്തേഡ് വഴിയാണ്. പെട്രോളിയം എന്ന് വെച്ചാൽ ഒരു വലിയ ഹൈഡ്രോ കാർബൺസ് ആണ്. അപ്പൊ അതിൽ നമുക്ക് പെട്രോൾ കിട്ടും, ഡീസൽ കിട്ടും, കെറോസിൻ ഓയിൽ കിട്ടും. അപ്പൊ ഇതിനെയൊക്കെ നമ്മുടെ ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് കാർബൺ ആറ്റം ചേർന്നതാണ് ഓരോ പെട്രോളിയം പ്രോഡക്റ്റും. സോ നമുക്ക് ഏതാണോ പ്രിപ്പയർ ചെയ്യേണ്ടത് ആ റിക്വയർഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റം വെച്ചിട്ട് നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യും. അതാണ് പൈറോളിസിസിന്റെ ആപ്ലിക്കേഷൻ. അപ്പോ ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം. H4 അല്ല, H4 C6H12+H2 ആക്കാം. ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഇതൊരു 6 കാർബൺ ഉള്ള സ്ട്രെയിറ്റ് ചെയിൻ ആണ്. അതിനെ ബ്രേക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കൊരു ആൽക്കീൻ ആക്കാം, 2 ഹൈഡ്രജൻ എലിമിനേറ്റ് ആക്കാം. അല്ലെങ്കിൽ 2 സിംഗിളർ ചെയിൻ ആക്കാം. C4 ഇവിടെ 4 കാർബണും അതുപോലെ 2 കാർബൺ ഉള്ള 2 ചെയിൻ ആക്കാം. 4 കാർബണും 2 കാർബൺ ഉള്ള ചെയിൻ ആക്കുമ്പോൾ ഒരെണ്ണം ആൽക്കീനും ഒരെണ്ണം ആൽക്കെയിനും ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് 3 കാർബൺ ആക്കാം. C3H6 C3H8. ഓക്കെ, അപ്പൊ ഇങ്ങനെ പലതായിട്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ഇതിനെയും ബ്രേക്ക് ചെയ്യാം. ഈ 3 കാർബൺ 2 കാർബണും 1 കാർബൺ ഉള്ള ചെയിൻ ആക്കാം. അതായത് ഒരു ലാർജ് കാർബൺ ഉള്ള ചെയിനെ കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്നതിനെയാണ്, ടെമ്പറേച്ചർ കൊണ്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിനെയാണ് പൈറോളിസിസ് എന്ന് പറയുന്നത്. അപ്പൊ പൈറോളിസിസിന്റെ പ്രോഡക്റ്റ് നമ്മൾ ആൽക്കെയിൻ ആണ് നോർമലി പൈറോളിസിസ് ആയിട്ട് വേണ്ടിയിട്ട് എടുക്കുന്നത്. പ്രോഡക്റ്റ് സിംപ്ലർ ആൽക്കെയിനും ഉണ്ടാവും, അതിന്റെ കൂടെ ഒരെണ്ണം ആൽക്കീൻ ആവും. ഇതിൽ നോക്കിക്കേ, നമ്മൾ എങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്താലും അതിൽ ഒരു പ്രോഡക്റ്റ് ഡബിൾ ബോണ്ടഡ് പ്രോഡക്റ്റ് ആയിരിക്കും. അതും നോട്ട് ചെയ്യണം. ഇപ്പൊ ജനറലി ഇതിന്റെ മെക്കാനിസം എന്ന് പറയുന്നത് ഫ്രീ റാഡിക്കൽ മെക്കാനിസം എന്നാണ് ബിലീവ് ചെയ്യുന്നത്. എക്സാക്ട്ലി അത് പ്രൂവ് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ ഓർക്കുക, പൈറോളിസിസിന്റെ മെക്കാനിസം ഫ്രീ റാഡിക്കൽ മെക്കാനിസം എന്നാണ് സയന്റിസ്റ്റ് ഒക്കെ വിചാരിക്കുന്നത്. അപ്പോ ഇതിനൊരു എക്സാമ്പിൾ ആണ് ഡോഡെക്കെയിൻ എന്ന് പറയുന്നത് കെറോസിൻ ഓയിലിലെ ഒരു കോൺസ്റ്റിറ്റ്യുവന്റ് ആണ്. അതിനെ പ്ലാറ്റിനത്തിന്റെയോ പലേഡിയത്തിന്റെയോ നിക്കൽ കാറ്റലിസ്റ്റിന്റെയോ പ്രസൻസിൽ നമ്മൾ ഹീറ്റ് ചെയ്താൽ ഡോഡെക്കെയിൻ എന്ന് വെച്ചാൽ കെറോസിൻ ഓയിലിലെ ഒരു കോൺസ്റ്റിറ്റ്യുവന്റ്. ഫോർമുല C12H26.
C12H26. ഇതാണ് ഡോഡെക്കേൻ. ഇതിനെ ഹീറ്റ് ചെയ്യാണ് 973 Kelvin temperature in the presence of platinum or palladium or nickel catalyst. ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്താൽ ഇവിടെ മിക്സർ ഓഫ് ഹെപ്റ്റൈനും പെന്റൈനും ആയിരിക്കും കിട്ടുക. ഹെപ്റ്റൈൻ C7H14 പ്ലസ് പെന്റൈൻ C5H12 പ്ലസ് other smaller hydrocarbons. ഇതായിരിക്കും ഡോഡെക്കേൻ. ഇതും നിങ്ങൾക്ക് പഠിക്കാനുള്ള റിയാക്ഷൻ ആണ് ഡോഡെക്കേന്റെ പൈറോളിസിസ്. ഡോഡെക്കേൻ എന്ന് വെച്ചാൽ കെറോസിൻ ഓയിലിന്റെ ഒരു കോൺസ്റ്റുവന്റ് ആണ്. അപ്പോ ഈ ഡോഡെക്കേന് നമ്മൾ 973 Kelvin ടെമ്പറേച്ചറിൽ വെച്ചിട്ട് പൈറോളിസിസ് നടത്തിയ ഇൻ ദ പ്രസൻസ് ഓഫ് പ്ലാറ്റിനം, പലേഡിയം ഓർ നിക്കൽ നമുക്ക് എന്താ പ്രോഡക്റ്റ് കിട്ടുക? മിക്സ്ചർ ഓഫ് ഹെപ്റ്റൈൻ ആൻഡ് പെന്റൈൻ കിട്ടുക. പിന്നെ കുറച്ച് അതർ സ്മോളർ ഹൈഡ്രോകാർബൺസ്. ഓക്കെ, ഇത്രയായപ്പോഴത്തേക്കും ആൽക്കെയിൻ കഴിഞ്ഞു. ആൽക്കെയിനിന്റെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? അതിന്റെ ജനറൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, പ്രിപ്പറേഷൻ പറഞ്ഞു, ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും പറഞ്ഞു. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ, ഇല്ലേ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യും. ടീച്ചർ, ഇങ്ങനെ റിയാക്ഷൻസ് തന്നിട്ട് നമ്മളോട് പ്രോഡക്ട്സ് എഴുതാനായിരിക്കും പറയാ? എന്ത് വേണമെങ്കിലും ചോദിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ റിയാക്ഷൻ തന്നിട്ട് പ്രോഡക്റ്റ് എഴുതാൻ പറയാം, അല്ലെങ്കിൽ റിയാക്ഷനും പ്രോഡക്റ്റും തരും, അതിന്റെ അകത്തുള്ള കാറ്റലിസ്റ്റ് എഴുതാൻ പറയാം, റിയേജന്റ്. അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് വരും, പ്രോഡക്റ്റ് ഇതാണ്, റിയേജന്റ് ഇതാണ്, സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഏതാന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് നെയിം മാത്രം തന്നിട്ട് ഇപ്പൊ വുഡ്സ് റിയാക്ഷൻ, വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് വുഡ്സ് റിയാക്ഷൻ അങ്ങനെ ചോദിക്കാം. അപ്പൊ ഇതിലൊന്ന് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം. അപ്പൊ ഏത് എഴുതണമെങ്കിലും നിങ്ങൾക്ക് റിയേജന്റ് ഏതാ, കാറ്റലിസ്റ്റ് ഏതാ, പ്രോഡക്റ്റ് ഏതാ, ഈ 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ദെൻ മെക്കാനിസം ചോദിക്കാം. ഇതാണ് പ്രോഡക്റ്റ്. ജസ്റ്റ് ചിലപ്പോൾ ഈ ഒരു റിയാക്ഷൻ തന്നിട്ട് ഇതിന്റെ മെക്കാനിസം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ സ്റ്റെബിലിറ്റി ഓർഡർ എങ്ങനെയാണ്, റിയാക്ടിവിറ്റി ഓർഡർ എങ്ങനെയാണ്, അതൊക്കെ ചോദിക്കാം. അതാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ പോസിബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ്. ഈ ഒരു സെക്ഷൻ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിക്കേ. The alkane that gives only one monochloro product, alkane that gives only one monochloro product, on chlorination with Cl2 in presence of diffused sunlight is question ഒന്നുകൂടെ വായിക്കാം. The alkane that gives only one monochloro product on chlorination with Cl2 in presence of diffused sunlight is. Options. Option A, isopentene. Option B, 2,2-dimethylbutane. Option C, neopentane. Option D, N-pentane. ഇങ്ങനത്തെ ക്വസ്റ്റ്യനിലെല്ലാം സ്ട്രക്ചർ വരയ്ക്കാൻ അറിയണം. N-pentane അല്ലല്ലോ, ആലോചിക്കാം. നമ്മളിപ്പോ ഇവിടെ ക്ലോറിനേഷൻ ആണ് നടക്കുന്നത്. മോണോക്ലോറിൻ ഒരു പ്രോഡക്റ്റ് മാത്രമേ കിട്ടാൻ പാടുള്ളൂ. എവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നാലും അത് സെയിം പ്രോഡക്റ്റ് ആയിരിക്കും. അതായത് അതിനകത്തുള്ള എല്ലാ ഹൈഡ്രജനും
ഇക്വലന്റ് ആയിരിക്കണം. അതാണ് ഓർക്കേണ്ടത്. നമ്മൾ ഇതിൽ ഏത് സ്ട്രക്ചർ വരച്ചാലും എല്ലാ ഹൈഡ്രജനും ഒരുപോലെ കിട്ടുക. Two dimethyl butane. ഒന്ന് കൺഫേം ചെയ്തേ. ഓക്കെ, അപ്പം ആൻസർ നോക്കാം. നമുക്ക് ആദ്യം സ്ട്രക്ചർ നോക്കാം ഓരോന്നും. ഫസ്റ്റ് ഐസോപെന്റീൻ. നിങ്ങൾ ഈ നെയിമിംഗ് നന്നായിട്ട് പഠിക്കണം കേട്ടോ. നെയിം പഠിക്കാത്തവരെല്ലാം അത് നോക്കി വീഡിയോ കണ്ട് പഠിക്കുക. അല്ലെങ്കിൽ ക്ലാസ്സിന് മുന്നേ ആ ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് വേണം എക്സാമിന് പോവാൻ. ഓക്കെ, അപ്പൊ നെയിമിംഗ് അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ പറ്റും. അപ്പൊ നിയോപെന്റീൻ എങ്ങനെയാ വരയ്ക്കുന്നത് നോക്കിയിട്ട്. അപ്പൊ നിയോപെന്റീൻ എന്ന് വെച്ചാൽ ആദ്യം ഐസോപെന്റീൻ എങ്ങനെയാ വരയ്ക്കുന്നത്? ടോട്ടലി 5 കാർബൺ ആയിട്ടുള്ള ഒരു ഹൈഡ്രോ കാർബൺ. ഈ നിയോ ഐസോ എന്നൊക്കെ പേര് കേട്ടാൽ നിങ്ങൾ ഓർക്കുക, അത് കോമൺ നെയിംസ് ആണ്. കോമൺ നെയിം എന്ന് വെച്ചാൽ ടോട്ടൽ കാർബൺ ആറ്റം ആയിരിക്കും ഈ പാരന്റ് ചെയിനായിട്ട് നമുക്ക്. ഐസോപെന്റീൻ എന്ന് വെച്ചാൽ ടോട്ടലി 5 കാർബൺ ഉള്ള ഒരു ഹൈഡ്രോ കാർബൺ. അതിൽ ഒരു കാർബൺ ചെയിനിന്റെ സെക്കൻഡ് ലാസ്റ്റ് പൊസിഷനിൽ ബ്രാഞ്ച് ആയിട്ട് വരും. 5 കാർബണിൽ ഒരെണ്ണം ബ്രാഞ്ച് ആയിട്ട് വന്നാൽ സ്ട്രെയിറ്റ് ചെയിനിൽ ആകെ 4 എണ്ണം ഉണ്ടാവും. അതൊക്കെ അപ്പൊ CH3 CH CH3 CH2 CH3 ഇതാണ് ഐസോപെന്റീന്റെ സ്ട്രക്ചർ. ഇനി നോക്കിക്കേ, നമ്മളിവിടെ ക്ലോറിനേഷൻ നടത്താം. അപ്പൊ എവിടെയൊക്കെ ക്ലോറിൻ വരാം? ഒന്നുകിൽ ഇവിടെ വരാം, അല്ലെങ്കിൽ ഇവിടെ വരാം, അല്ലെങ്കിൽ ഇവിടെ വരാം, ഒന്നുകിൽ ഇവിടെയോ ഇവിടെ വരെ വരാം. അപ്പോ ഓരോ ഹൈഡ്രജനും ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ അത് ഇക്വലന്റ് അല്ല. ഇവിടെ മോണോക്ലോറിനേറ്റഡ് പ്രോഡക്റ്റ് അല്ല കിട്ടുന്നത്. ഇനി രണ്ടാമത് 2,2-dimethyl butane. അത് IUPAC നെയ്മാണ്. അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും വരിക? പാരന്റ് ചെയിൻ ബ്യൂട്ടൈൻ ആണ്. CH3 CH2 CH CH3. സെക്കൻഡ് പൊസിഷനില് 2 methyl ഗ്രൂപ്പ്. ഇവിടെയും ഈ 3 കാർബണിൽ വന്നാൽ ഇക്വലന്റ് ആണ്. പക്ഷെ ഇങ്ങോട്ട് വരുന്തോറും അത് വേറെ വേറെ പ്രോഡക്റ്റ് ആയിട്ട് മാറും. ഇവിടെയും മോണോക്ലോറിനേറ്റഡ് പ്രോഡക്റ്റ് ഉണ്ട്. ഇവിടെ ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നാൽ ഇവിടെ നടക്കുന്നതും ഇവിടെയും ഡിഫറെന്റ് ആണ്. സോ അവിടെ മോണോക്ലോറിനേറ്റഡ് പ്രോഡക്റ്റ് അല്ല ഉണ്ടാവും. ഇനി അടുത്ത നിയോപെന്റീൻ നോക്കാം. നിയോപെന്റീൻ ആണെങ്കിൽ നിയോ എന്ന് വെച്ചാൽ എന്താ? ടോട്ടലി. പെന്റീൻ എന്ന് വെച്ചാൽ ടോട്ടലി 5 കാർബൺ ഉള്ള ചെയിൻ, 5 കാർബൺ ഉള്ള ഒരു കോമ്പൗണ്ട്. അതില് നിയോ എന്ന് വെച്ചാൽ സെക്കൻഡ് ലാസ്റ്റ് പൊസിഷനിൽ 2 methyl ഗ്രൂപ്പ്. അപ്പൊ 5 കാർബണിൽ 2 എണ്ണം ബ്രാഞ്ച് ആവും, ബാക്കി 3 എണ്ണം ആയിരിക്കും സ്ട്രേറ്റ് ചെയിൻ വരുന്നത്. സോ CH3 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 CH3. നോക്കിക്കേ, ഇതിൽ എവിടെ ക്ലോറിനേഷൻ നടന്നാലും സെയിം പ്രോഡക്റ്റ് ആണോ കിട്ടുന്നത്? ആണോ? ഇവിടെ ക്ലോറിൻ വന്നാലും ഇവിടെ ക്ലോറിൻ വന്നാലും ഇവിടെ വന്നാലും ഇവിടെ വന്നാലും എല്ലാം ഇക്വലന്റ് അല്ലേ? എല്ലാം സിമെട്രിക്കൽ സ്ട്രക്ചർ അല്ലേ? ഇത് സിമെട്രിക്കൽ സ്ട്രക്ചർ ആണ്. സോ എവിടെ വന്നാലും സെയിം ഇക്വലന്റ് പൊസിഷൻ എന്ന് നമുക്ക് പറയാം. ഏത് വേണമെങ്കിലും നമുക്ക് ഫസ്റ്റ് പൊസിഷൻ ആയിട്ട് അസ്യൂം ചെയ്യാം. സോ ഈ ഒരു പ്രോഡക്റ്റിലാണ് മോണോക്ലോറിൻ, ഈ ഒരു റിയാക്ടന്റിലാണ് മോണോക്ലോറിനേറ്റഡ് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ നിയോപെന്റീൻ ആണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ സ്ട്രക്ചർ വരച്ച് നോക്കി എഴുതും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൈഡ്രോകാർബൺ എ. ഹൈഡ്രോകാർബൺ ബ്രാക്കറ്റിലെ ക്യാപിറ്റൽ ലെറ്റർ എ. reacts with bromine. Reacts with bromine by substitution to form an alkyl bromide. Hydrocarbon A reacts with bromine by substitution to form an alkyl bromide.
Hydrocarbon A reacts with bromine by substitution to form an alkyl bromide which by Wood's reaction is converted to gaseous hydrocarbon containing less than 4 carbon atoms. Full stop. A is capital letter A is. Question ഒന്നുകൂടെ വായിക്കാം. Hydrocarbon A reacts with bromine by substitution to form an alkyl bromide, which by Wood's reaction is converted to gaseous hydrocarbon containing less than 4 carbon atoms. Then A is. A ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. Options എഴുതി. Option A, CH triple bond CH. Option B, CH2 double bond CH2. Option C, CH4, and option D, CH3 single bond CH3. CH4. Okay, correct answer CH4. അപ്പൊ കറക്റ്റ് ആൻസർ ചെയ്യണം. സം കറക്റ്റാ. എങ്ങനെയാ കിട്ടുന്നത് നോക്കി. ഫസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഹൈഡ്രോകാർബൺ എ ബ്രോമിനുമായിട്ട് റിയാക്ഷൻ നടത്തുമ്പോ ഒരു ആൽക്കൈൽ ബ്രോമൈഡ് കിട്ടും. ഞാൻ ആൽക്കൈൽ ഗ്രൂപ്പിന് 6 എന്ന് വിളിക്കുന്നത്. അപ്പൊ RH ഒരു ആൽക്കൈൽ റിയാക്റ്റഡ് വിത്ത് ബ്രോമിൻ to form alkyl bromide. Then ഈ alkyl bromide ന് Wood's reaction നടത്തുക. അപ്പോൾ Wood's reaction നടത്തുമ്പോൾ അതായത് മെറ്റാലിക് സോഡിയവുമായിട്ട് ഡ്രൈ ഈതറിന്റെ പ്രസൻസിൽ റിയാക്ഷൻ നടത്തുക. ഈതർ. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താ? R ആയിരിക്കും കിട്ടുക പ്ലസ് NaBr. അപ്പോ ഈ RH എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. Then last പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വുഡ്സ് റിയാക്ഷൻ നടത്തുമ്പോൾ അതൊരു ഗ്യാഷ്യസ് ഹൈഡ്രോകാർബൺ ആവും കണ്ടെയ്നിങ് ലെസ് ദാൻ 4 കാർബൺ ആറ്റം. ഈ കാർബൺ ആറ്റം എന്ന് പറയുന്നത് ലെസ് ദാൻ 4 ആയിരിക്കണം. ഈക്വൽ ഒന്നും തന്നിട്ടില്ല, ലെസ് ദാൻ 4 ആണ്. അപ്പൊ നമ്മൾ ആലോചിക്കാം വുഡ്സ് റിയാക്ഷന്റെ ഒരു കാർബൺ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് 2 ആവും. 2 ആണ് എടുക്കുന്നതെങ്കിൽ 4 ആവും. അപ്പൊ നോക്കിക്കേ 4നേക്കാൾ കുറവാണ് വരേണ്ടത്. That means 2 വരാൻ പോസിബിലിറ്റി ഉള്ളൂ. 2 കാർബൺ ആറ്റം വരണമെങ്കിൽ സ്റ്റാർട്ടിംഗ് മെറ്റീരിയലിൽ ഒരെണ്ണമേ കാണാൻ പാടുള്ളൂ. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയും ഇത് CH3Br ആയിരിക്കണം. ഇത് CH3Br ആണെങ്കിൽ ഇവിടെ എടുക്കേണ്ടത് CH4 ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം കേട്ടോ. ടീച്ചർ ഒന്നും കൂടെ പറയാമോ അത്? ഓക്കെ, രഹാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ഹൈഡ്രോകാർബൺ അത് ബ്രോമിനുമായിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്തുകയാണ്. അപ്പോ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തണമെങ്കിൽ ആദ്യം നിങ്ങൾ അറിയേണ്ട കാര്യം എന്താ? നോർമലി സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത് ആൽക്കെയിൻസിലാണ്. മനസ്സിലായോ? അങ്ങനെ വേണമെങ്കിലും നോക്കാം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈ 2 ഓപ്ഷൻ ക്യാൻസൽ ചെയ്യും. മനസ്സിലായോ? അടുത്ത് പറഞ്ഞിട്ടുള്ള എന്താ? അപ്പൊ കിട്ടുന്ന ഒരു ആൽക്കൈൽ ബ്രോമൈഡ് ആണ്. അതിനെ വുഡ്സ് റിയാക്ഷൻ നടത്തുമ്പോൾ ഒരു പ്രോഡക്റ്റ് കിട്ടും.
ആ പ്രോഡക്റ്റിൽ 4 കാർബണിനേക്കാളും കുറവാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോ വുഡ്സ് റിയാക്ഷൻ നമ്മൾ നടത്തുമ്പോൾ, വുഡ്സ് റിയാക്ഷൻ അറിയാലോ, ഡൈമറൈസേഷൻ ആണ് നടക്കുന്നത്. റിയാക്ടന്റിൽ 1 കാർബൺ ആണെങ്കിൽ പ്രോഡക്റ്റിൽ 2 കാർബൺ ഉണ്ടാവും. റിയാക്ടന്റിൽ 2 കാർബൺ ഉണ്ടെങ്കിൽ പ്രോഡക്റ്റിൽ 4 കാർബൺ ഉണ്ടാവും. മനസ്സിലായോ? 4നേക്കാൾ കുറവായിരിക്കും എന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ നമ്മൾ ഇതെടുക്കുകയാണെങ്കിൽ പ്രോഡക്റ്റിൽ എന്തായാലും 4 കാർബൺ ഉണ്ടാകത്തില്ലേ? അപ്പൊ അത് തന്നെ. അപ്പൊ കറക്റ്റ് ആൻസർ സി. മനസ്സിലായോ? ഓക്കെ. Next question. Liquid hydrocarbon can be liquid hydrocarbon can be converted to a mixture of gaseous hydrocarbons, converted to a mixture of gaseous hydrocarbons by ഓപ്ഷൻ ഇല്ലാണ്ട് വരുന്നത് ഏതായിരിക്കും ആൻസർ? ഒരു ലിക്വിഡ് ഹൈഡ്രോകാർബണിനെ മിക്സർ ഓഫ് ഗ്യാഷ്യസ് ഹൈഡ്രോകാർബൺസ് ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ ഏത് റിയാക്ഷനാ ചെയ്യുന്നത്? ഏതാ റോണിയ? കേട്ടില്ല. Pyrolysis. പൈറോളിസിസ്. ഓക്കെ, ഇവിടെ ഓപ്ഷനിൽ തന്നിട്ടുള്ള ഇതൊക്കെയാണ്: ഓക്സിഡേഷൻ, ക്രാക്കിംഗ്, ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ, ഹൈഡ്രോളിസിസ്. ഏതാ ആൻസർ? ക്രാക്കിംഗ്. ഓക്കെ, ക്രാക്കിംഗ് ആണ് ആൻസർ കേട്ടോ. പൈറോളിസിസ് നിങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിൽ തെർമൽ ക്രാക്കിംഗ് ഓർ ക്രാക്കിംഗ് എന്നായിരിക്കും തരും. അപ്പൊ കറക്റ്റ് ആൻസർ ക്രാക്കിംഗ് ആണ്. പൈറോളിസിസ് തന്നെയാണ്. ഇതിൽ ഈ ഓപ്ഷന് നിങ്ങൾക്ക് പൈറോളിസിസ് എന്നൊരു ടേം തന്നിട്ടില്ല, പകരം ക്രാക്കിംഗ് ആണ് തന്നിട്ടുള്ളത്. എങ്കിൽ അത് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In commercial gasoline type of hydrocarbons, in commercial gasoline type of hydrocarbons, which are more desirable is? Which are more desirable is? Teacher, commercial gasoline type of hydrocarbons. Gasoline type of hydrocarbons which are more desirable is? Which are more desirable is? Options. Option A, branched hydrocarbons. Option A, branched hydrocarbons. Option B, straight chain hydrocarbons. Straight chain hydrocarbons. Option C, aromatic hydrocarbons such as toluene. Aromatic hydrocarbons such as toluene. Option D, linear unsaturated hydrocarbons. ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, അഖില കറക്റ്റ് ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: കൊമേഴ്സ്യൽ ഗ്യാസോലൈൻ ടൈപ്പ് ഹൈഡ്രോകാർബൺസിൽ ഇതിൽ ഏതാണ് മോർ ഡിസൈറബിൾ എന്നാണ്. ഇപ്പൊ ഗ്യാസോലൈൻ എന്ന് പറയുന്നത് ഒരു പെട്രോളിയം പ്രോഡക്റ്റ് ആണ്.
അപ്പോ ഈ പെട്രോളിയം പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്യാസലൈൻ ടൈപ്പ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത് ആൽക്കീനിന്റെയും ആരോമാറ്റിക് ഹൈഡ്രോ കാർബണിന്റെയും മിക്സ്ചർ ആയിരിക്കും. ഇത് മൂന്നിന്റെയും മിക്സ്ചർ ആണ് ഒരു പെട്രോളിയം പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഗ്യാസലൈൻ ടൈപ്പ് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത്. അപ്പൊ അതില് ഗ്യാസലൈന്റെ ക്വാണ്ടിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത് അതില് എത്ര ബ്രാഞ്ച്ഡ് ഹൈഡ്രോ കാർബൺ ഉണ്ട് അതിന്റെ ബേസിസിലാണ്. നമ്പർ ഓഫ് ബ്രാഞ്ച്ഡ് ഹൈഡ്രോ കാർബണിന്റെ ബേസിസിലാണ് ഗ്യാസോലൈനിന്റെ ക്വാണ്ടിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പൊ ഈ ഗ്യാസോലൈൻ എന്ന് പറയുന്നത് 2,2,4 ട്രൈമീഥൈൽ പെന്റെയ്ൻ ആണ്. അപ്പോ ഇതിനെ കോമൺലി ഐസോ ഒക്ടെയിൻ എന്ന് വായിക്കാം. ഗ്യാസോലൈന്റെ കോമൺ നെയിം എന്ന് പറയുന്നത് ഐസോ ഒക്ടെയിൻ ആണ്. ദെൻ അതിന്റെ IUPAC നെയിം 2,2,4 ട്രൈമീഥൈൽ പെന്റെയ്ൻ ആണ്. ഐസോ ഒക്ടെയിൻ ഓർ 2,2,4 ട്രൈമീഥൈൽ പെന്റെയ്ൻ, അതാണ് ഗ്യാസോലൈൻ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, next question. Which one of the following reactions is expected to readily give a hydrocarbon product in good yields. Hydrocarbon product in good yield. Which one of the following reactions is expected to readily give a hydrocarbon product in good yield? Reaction A. RCOOK electrolytic oxidation. B. RCOO minus Ag plus Br. Option C. CH3 CH3 Cl2. Option D. CH3 thrice CCl C2H5OH. ഇതിൽ ഏതിനാ നമുക്ക് ഹൈഡ്രോകാർബൺ കിട്ടുക? എ ആണ്. എന്താ റിയാക്ഷൻ അത്? കോൾസ് ഇലക്ട്രോളിസിസ്. കോൾസ് ഇലക്ട്രോളിസിസ്. കറക്റ്റ് ആൻസർ എ ആണ്. കോൾസ് ഇലക്ട്രോളിസിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതണം എന്നില്ല, കേട്ടിട്ട് പറഞ്ഞാൽ മതി. ഇൻ ദ ഫ്രീ റാഡിക്കൽ chlorination of methane, the chain initiating step involves the formation of. മീത്തേനിന്റെ ഫ്രീ റാഡിക്കൽ റിയാക്ഷൻ ആണ് തന്നിട്ടുള്ളത്. അവിടെ ചെയിൻ ഇനിഷ്യേഷൻ സ്റ്റെപ്പിൽ എന്താണ് ഇൻവോൾവ് ചെയ്യുന്നത്? അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഇതാണ്: ക്ലോറിനേഷൻ ഓഫ് ഫ്രീ റാഡിക്കൽ, ക്ലോറിൻ ഫ്രീ റാഡിക്കൽ. ഓപ്ഷൻ ബി ഹൈഡ്രജൻ ക്ലോറൈഡ്. ഓപ്ഷൻ സി methyl radical, and option D chloromethyl radical. Option A. Correct answer option A. Next question. ഇതും നിങ്ങൾ എഴുതണം എന്നില്ല, കേട്ടിട്ട് പറഞ്ഞാൽ മതി. Reactivity of hydrogen atoms attached to different carbon atoms in alkane has the order. ആൽക്കെയിനിലുള്ള ഹൈഡ്രജൻ ആറ്റത്തിന്റെ റിയാക്ടിവിറ്റി ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ടെറിഷറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി. ഓപ്ഷൻ ബി പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെറിഷറി. ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി. ഓപ്ഷൻ ഡി ടെറിഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇനി ഇതില് നിങ്ങൾക്ക് ജനറൽ ക്വസ്റ്റ്യൻസ് ഇത്രേ ചോദിച്ചിട്ടുള്ളൂ.
ഇനി അല്ലാണ്ട് കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. ആൽക്കെയിനിന്റെ കൺഫർമേഷൻ ആണ്. കൺഫർമേഷനും അതിന്റെ സ്റ്റെബിലിറ്റിയും ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസ് വരാൻ പോസിബിലിറ്റി ഉണ്ട്. അതാണ് നിങ്ങൾക്ക് കുറെ വർഷങ്ങളായിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് കൺഫർമേഷൻ ആണ് ഈ ഒരു സെക്ഷൻ. അപ്പൊ കൺഫർമേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പം എത്രയിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. ഏതെങ്കിലും റിയാക്ഷൻസോ മെക്കാനിസോ എന്തെങ്കിലും പറഞ്ഞു തരണമെങ്കിൽ പറഞ്ഞു. ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും. അല്ലാത്തവർക്ക് ലീവ് ചെയ്യും. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കൺഫർമേഷൻ. Thank you, teacher. Thank you, ma'am. താങ്ക് യു ടീച്ചർ. ഓക്കെ. ടീച്ചറെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് പറയോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നോ? That gives only one monochloro product. അതാണോ ടീച്ചർ? എന്താണ് ക്വസ്റ്റ്യൻ ആണോ പറയേണ്ട അനുശ്രീ? ആ The alkane that gives only one monochloro product. Alkane that gives only one monochloro product on chlorination with Cl2. On chlorination with Cl2 in presence of diffused sunlight. In presence of diffused sunlight. ഓക്കെ, താങ്ക് യു ടീച്ചർ. Okay.